ഇല്ല കുഞ്ഞി, വിലാസിനെ ഈ പ്രദേശത്തെങ്ങും കാണാനില്ല. ഇന്നലെ രാത്രി 10 മണിക്ക് എന്റെ കൊച്ചമ്മ പോകുന്നത് ഞാൻ കണ്ടതാ. എങ്ങോട്ട് പോകുന്നു പറഞ്ഞോ? ഇല്ലേ, എന്നാലും ദൂരെയെങ്ങും അല്ല പോകുന്നതെന്ന് കരുതി. നമ്മുടെ ബോട്ടും അവിടെ കാണാനില്ലെന്ന് വേലു പറഞ്ഞു. അയ്യോ, വിലാസിന് തനിച്ച് ബോട്ടിൽ പോയതായിരിക്കും. കുഞ്ഞെ, നീ ഇങ്ങനെ മിണ്ടാതിരുന്നാലോ? പോലീസിൽ വിവരം അറിയിക്കണ്ടേ? ഓ, ഏമാൻ, കൊച്ചമ്മയോട് സ്നേഹമുള്ളവർ ഏമാൻ. ഓ, പിന്നെ നിനക്കാണോടി കൊച്ചമ്മോട് സ്നേഹമുള്ളത്? അങ്ങനെ തന്നെ. എന്റെ പൊന്നും കൊടുത്ത് കൊച്ചമ്മയല്ലായിരുന്നു. മാധവി എന്ന് വിളിക്കുന്നിടത്ത് 10 നാക്കായിരുന്നു. കൊച്ചമ്മയെ കാണാതായതിന്റെ തലേ രാത്രി ഞാൻ പാലും കൊണ്ട് ചെന്നപ്പം എന്റെ വിലാസിനി കൊച്ചമ്മ ഒരു പാവാടയും ബ്ലൗസും ഇട്ട് കൊച്ചു കുട്ടിയെ പോലെ തുള്ളിച്ചാടി പാടി ആ പാട്ട് എല്ലാം പോയില്ലയോ? നീ പറയുന്നത് കേട്ടാ ഏമാനേക്കാൾ സങ്കടം നിനക്കാണെന്ന് തോന്നുവല്ല. ഏമാൻ എന്താ സങ്കടം? ഒന്ന് പോയാ വേറൊന്ന്. എനിക്കതാണ്. നീ ഒന്ന് അടങ്ങ്. ഏമാൻ എങ്ങനെയെങ്കിലും കൊച്ചമ്മയെ കണ്ടുപിടിക്കും. ഓ മതി, ഉള്ളത് പറഞ്ഞ കൊച്ചമ്മ പോയത് ഏമാൻ ഒരു ആശ്വാസമാണെന്ന മട്ട. അല്ലെങ്കിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുമോ? എടി പതുക്കെ, വല്ലവരും കേട്ടാലേ നീയും ഞാനും ഗെറ്റ് ഔട്ട്. വിലാസിനി കൊച്ചമ്മ ഇല്ലാതെ ഇവിടെ താമസിക്കുന്നത് ഭേദം അതാ. എന്നാലേ എനിക്ക് അങ്ങനെയല്ല, അതുകൊണ്ട് ഞാൻ പോവുക. ഇങ്ങനെ ഇരുന്നാലോ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി അതോർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം? മറക്കാൻ ഒക്കുന്നില്ല. മറക്കാതെ പറ്റുമോ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കുറച്ചു ദിവസത്തേക്ക് നീ ഇവിടെ നിന്നൊന്ന് മാറി താമസിക്കും. ആ, ശരിയാണ്. പണിക്കരെ, പണിക്കരെ. എന്തോ? ഞാനിവിടെ ഉണ്ട്. കുറെ നാളത്തേക്ക് ഞാൻ ഇവിടുന്ന് മാറി താമസിക്കാൻ പോവുകയാണ്. ഈ എസ്റ്റേറ്റിലെ പണച്ചുമതല മുഴുവനും തന്നെ ഏൽപ്പിച്ചിരിക്കും. എല്ലാം പണിക്കര് നോക്കിക്കോളാവേ, ഒരു കുഴപ്പവും വരത്തില്ല. വീട്ടുകാര്യങ്ങൾ അമ്മായി നോക്കിക്കോണം. എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ പണിക്കരോട് പറയണം. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ഇവിടുത്തെ കാര്യമൊക്കെ അങ്ങ് നടന്നോളൂ. ഏമാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞാൽ? അത് എനിക്ക് തന്നെ നിശ്ചയമില്ല. എവിടെയെങ്കിലും എത്തിയിട്ട് കത്തെഴുതാം. എനിക്ക് ഉടനെ തന്നെ പുറപ്പെടാൻ വേണ്ട ഏർപ്പാട് ചെയ്യും. Thank you.
വിടൂ എന്നെ. എന്നെ വിടൂ. എന്നെ വിടൂ. വിടൂ എന്നെ. എന്നെ വിടൂ. എന്നെ കയ്യിൽ വിട്. വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കാനും പാടില്ല. ജീവിക്കാനും മാർഗമില്ല. മരിക്കാനും അനുവദിക്കുന്നു. ഇന്ന് വലിയ തണുപ്പാ, നമുക്ക് പോവാം. ശരി, വരൂ. ഇത്ര ചെറുപ്പത്തിലെ ഈ നിരാശയ്ക്ക് കാരണം നിങ്ങൾ ആരാണ്? എന്തിനിവിടെ വന്നു? ഭയപ്പെടാതെ പറയൂ. പറയൂ. ഞാനൊരു അനാഥ, ഒരു ജോലി തിരക്കി ഇവിടെ വന്നതാണ്. എന്നിട്ട് മാനമായി ജീവിക്കാനുള്ള ഒരു മാർഗവും കണ്ടില്ല. അതുകൊണ്ട് മരിക്കാൻ തന്നെ നിശ്ചയിച്ചു അല്ലേ? ദൈവം തന്ന ജീവൻ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. വരൂ. എവിടെ? നിങ്ങളുടെ വിഷമം മാറ്റാൻ എനിക്ക് സാധിച്ചേക്കും. എന്റെ കാർ റോഡ് കിടപ്പുണ്ട്. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി. വേണ്ട, മറ്റു പലരും ഇതുപോലെ ക്ഷണിച്ചതാണ്. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതല്ല. ഞാനുമല്ല. ഞാൻ കാരണം നിങ്ങളുടെ മാനം നശിക്കില്ല. നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ വരൂ. കൊള്ളാമല്ലോ, നല്ല ആള് തന്നെ. ഭാര്യ മരിച്ചിട്ട് 3 മാസം. മരിച്ചോ എന്ന് ആര് പറഞ്ഞു? കടൽ മുങ്ങിച്ചെത്തുന്നല്ലേ പോലീസും പറഞ്ഞു. പണം ഉണ്ടെങ്കിൽ കൊലപാതകം പോലും ചെയ്തിട്ട് കൈയും വീശി ഇറങ്ങാൻ നീ വാ. ആഹാരം കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊള്ളണം. ആത്മഹത്യ സ്വപ്നം കാണാതെ. ഞാൻ നാളെ വരാം. പേര് പ്രഭാവതി. ഞാൻ വിക്രമം കർത്താൻ. യാതൊരു അസൗകര്യം ഉണ്ടാകാതെ നോക്കിക്കൊള്ളാമേ. വരുന്ന കാര്യമൊന്നും തീർച്ചയാക്കിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും പണിക്കർ തന്നെ നോക്കിക്കൊള്ളണം. അത്യാവശ്യം വല്ലതുമുണ്ടെങ്കിൽ മാത്രം എനിക്ക് എഴുതിയാൽ മതി. വിവരം മറ്റുള്ളവരെ കൂടി അറിയിക്കണം. സ്വന്തം വിക്രമം കർത്ത. ഈയിടെ എങ്ങും ഇങ്ങോട്ട് വരുന്ന കോളില്ലെന്ന് ചുരുക്കം. എന്തിനു വരുന്നേ? വീട് ഭരിക്കാൻ അമ്മച്ചിയുണ്ട്, എസ്റ്റേറ്റ് ഭരിക്കാൻ ഈ മാനേജർ സാറുണ്ട്. പിന്നെ കർത്താവ് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ചുറ്റി സഞ്ചരിക്കരുതോ? വിലാസിനെ കൊച്ചമ്മയെ കാണാതെ പോയതിന്റെ പിറ്റേ ആഴ്ച ഏമാൻ ഈ വീട് വിട്ടു പോയില്ലയോ? മാസം എത്രയായി? ആ, ഒരു കണക്കിന് ഏമാൻ ഇവിടെ താമസിക്കാതിരുന്നത് നല്ലതാ. ഇവിടെ ആയിരുന്നെങ്കിൽ ഏമാൻ സദാ ഊമ പിടിച്ചു പോയിന്. അത് പിന്നെ അങ്ങനെയല്ലയോ? യജമാനും കൊച്ചമ്മയും ചക്കരയും ഈച്ചയും പോലെ അല്ലായിരുന്നോ ജീവിച്ചത്? അതോർക്കുമ്പം കണ്ണു നിറയും. ഈ അടുത്ത പ്രദേശത്തെങ്ങും കർത്താവ് അദ്ദേഹത്തെ പോലൊരു പണക്കാരനില്ല. ഓരെങ്കിലും ഒരു പഴയ കുടുംബക്കാരനും. കൊട്ടാരം പോലൊരു വലിയ വീടാ അദ്ദേഹത്തിന്റെ സാഗര നിവാസം. കുഞ്ഞിന്റെ ഭാഗ്യമാ അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. എന്നോട് എന്തോ ഒരു ദയവ് തോന്നിയതാ. അതാ അദ്ദേഹം വന്നു. നല്ലൊരു പെണ്ണ്. അതിന്റെ ഗതി എന്താകുമോ? ആദ്യത്തെ ഭാര്യയുടെ അവസാനം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാത്തതാണ് ഇവനാര്. വല്ലരുന്ന് വന്നവർക്ക് വേണ്ടി ആ മനുഷ്യനായി നാം വഴക്ക് വന്നവെന്നാണ് നീ പറയുന്നത്. എങ്ങനെയെങ്കിലും കൊലയിട്ടോ നമുക്കെന്ത്? ഇതൊന്നും എനിക്ക് വേണ്ടായിരുന്നു. അത് സാരമില്ല. വേഗം ഡ്രസ് മാറിയിട്ട് വരും. നമുക്ക് പുറത്തേക്ക് നടക്കാം. എന്താണ് ഇത്ര ആലോചന? ഒന്നുമില്ല. എന്നോട് പറയരുതോ? പറയട്ടോ? വിരോധമില്ലെങ്കിൽ. വിരോധമോ? നിന്നോടോ? അല്ല, പ്രഭാവതിയോടോ? നീ എന്ന് വിളിച്ചാൽ മതി. അങ്ങേക്കാൾ ചെറിയവരല്ലേ ഞാൻ? വളരെ ചെറിയവൾ. അതാണ് വിഷമം. എന്ത് വിഷമം? ഒന്നുമില്ല. ഞാൻ എന്തൊക്കെ ആലോചിച്ചു. അതെന്താണെന്ന് എന്നോട് പറയരുത്. പ്രഭാവതി, എനിക്ക് നാട്ടിൽ പോയിട്ടിരിക്കുന്നു. എസ്റ്റേറ്റ് കാര്യത്തിന് ഉടനെ ചെല്ലണമെന്ന് മാനേജറുടെ കത്ത് വന്നിട്ടുണ്ട്. എങ്കിൽ ആലോചിക്കാൻ എന്ത്? പോകണം. പോയാൽ ഉടനെ മടങ്ങി വരാൻ പറ്റില്ല. അതിനെന്ത്? പ്രഭാവതിയെ
വിട്ടിട്ട് പോയാൽ ഞാൻ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കുമെന്നാണ്. ഇല്ല. പ്രഭാവതി, എന്റെ കൂടെ വരാമോ? എന്തിന്? അങ്ങയുടെ വീട്ടിൽ ഒരു വേലക്കാരി വേണം. വേലക്കാരിയല്ല, ഒരു വീട്ടുകാരിയെ വേണം. വരാമോ? എന്ത് വീട്ടുകാരിയോ? അതെ, എന്റെ ജീവിതം പങ്കിട്ടെടുക്കാനുള്ള വീട്ടുകാരി. സമ്മതം. നീ സുന്ദരിയാണ്, ചെറുപ്പമാണ്, കുറെ പ്രായം കൂടിയ ഒരുവന്റെ ഭാര്യയാകാൻ ഒരുക്കമാണ്. ഞാൻ നിർബന്ധിക്കില്ല. എന്താണ് ഈ പറയുന്നത്? എനിക്ക് ഇതിലും വലിയൊരു ഭാഗ്യം. ഭാഗ്യവാൻ. അതെ അതെ, ഭയങ്കരൻ. ആദ്യ ഭാര്യയെ വകവരുത്തിയിട്ട് 90 കഴിഞ്ഞില്ല. അതിനു മുൻപ് മറ്റൊരുത്തി കൊണ്ട് പരസ്യമായി വന്നിരിക്കാൻ ധൈര്യം തോന്നുന്നല്ലോ. ഈ പുരുഷന്മാർക്ക് ഹൃദയമൊന്നില്ലെന്ന് തോന്നുന്നു. അടച്ചു പറയാതെ അയാളിത് കാണിച്ചെന്ന് വെച്ച് പുരുഷന്മാരെല്ലാം എല്ലാം ഇങ്ങനെ തന്നെ. തന്റെ ഇടമില്ലാത്തത് കൊണ്ട് ചിലരങ്ങനെ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് ഞാൻ മരിച്ചാൽ നാളെ നിങ്ങളും. അയ്യോ, മഹാഭാവം പറയാതെ. നീ ചത്താൽ നിങ്ങളും കൂടെ ചാവുമോ? അതെങ്ങനൊക്കും. പക്ഷേ ഞാൻ മതി മതി, എനിക്കറിയാം എല്ലാം അയാളുടെ ജാതി തന്നെ. എന്റെ അനുമോദനങ്ങൾ മിസ് കർത്ത. താങ്ക് യു. നമസ്കാരം. ചന്ദ്രിക വീരിഞ്ഞു
എന്താ പാട്ട് നിർത്തിക്കളഞ്ഞത്? ഒന്നുമില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്ക് വിഷമം തോന്നുന്നുണ്ടോ എന്നെ വിവാഹം കഴിച്ചതിൽ? എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാനാവാത്ത ഈ ഭാഗ്യം സ്വന്തമായെന്ന് വിശ്വസിക്കാനാണ് ഞാൻ വിഷമിക്കുന്നത്. ഇനിയും വിശ്വാസമായില്ലേ? അയ്യോ, ഇത് കടപ്പുറമാണ്, കിടപ്പുറയല്ല. പ്രഭാവതി, കടലും കടപ്പുറവും എനിക്ക് മറക്കാനാവാത്ത ഒന്നാണ്. ഞാൻ പിച്ച വെച്ചതും ഓടി കളിച്ചതുമെല്ലാം കടപ്പുറത്താണ്. എന്റെ ആദ്യ ഭാര്യ നഷ്ടപ്പെട്ടതും. വേണ്ട, ഈ രാത്രിയിൽ അത് ഓർമ്മിക്കണ്ട. നിരാശനായി കഴിഞ്ഞ എന്റെ ജീവിതത്തിൽ ആശയുടെ പ്രകാശവുമായി നീ കടന്നു വന്നതും കടലിന്റെ കാരുണ്യം കൊണ്ടല്ലേ? അതുകൊണ്ട് ഈ രാത്രിയിൽ ഇവിടെ കഴിയാം. എന്താ? ഇവിടെ പണിക്കരെ, മണി 12 വരെ കണ്ടില്ലല്ലോ. എന്ത് പറ്റിയോ എന്തോ? മണി 12 അടിക്ക് മുമ്പേ ഇവിടെ എത്തുമെന്നാ എഴുത്ത്. വിശ്വാസമില്ലെങ്കിൽ അമ്മച്ചി തന്നെ വായിച്ചോ. ആ, എന്റെ കണ്ണടയില്ല. എടി മാധവി, നീ തന്നെ ഇതൊന്ന് വായിച്ച്. വായിക്കട്ടെ മാനേജരെ? ഓ, വായിക്കാൻ അറിയാമെങ്കിൽ വായിക്കല്ലേ. ഞാൻ വായിക്കാം. വേണ്ട, ഞാൻ തന്നെ വായിക്കാം. എടോ നാണം കെട്ടവനെ, താൻ ആണാണോ? അയ്യോ, എഴുത്ത് മാറിപ്പോയി. മറ്റേ എഴുത്ത് ഞാൻ കൊണ്ടുവന്നില്ല. ഇനി തന്നെ ശരിയായ എഴുത്ത് തന്നെ. അമ്മച്ചി മുഴുവനും കേട്ടെ. താൻ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ എത്ര ദിവസം എന്റെ വീട്ടിൽ നിന്ന് ചോറുണ്ടു? അതോ പോകട്ടെ, എന്റെ കയ്യിൽ നിന്ന് മേടിച്ച രൂപ ഉടനെ മടക്കി തന്നില്ലെങ്കിൽ തന്നെ ഞാൻ പരസ്യമായി വഴിയിൽ പിടിച്ചു നിർത്തി കൊറണത്തടിക്കും. എന്റെ അമ്മോ, ഏതോ ഭ്രാന്തി ആണ് തെറ്റി അയച്ചതാ അമ്മച്ചി എഴുത്ത്. തെറ്റിയതൊന്നും അല്ല, ശരിയായ ആള് തന്നെയാ ഇത് അയച്ചത്. മതി മതി, ജോലി നടക്കട്ടെ. ഇല്ല, പേടി തോന്നുന്നു. ഈ വലിയ വീട് കണ്ടിട്ട് ഞാൻ ഒട്ടും പേടിക്കണ്ട. എന്റെ ഒരു അമ്മായി ഉണ്ട് ഇവിടെ. നല്ല സ്നേഹമുള്ള കൂട്ടത്തില. എല്ലാം പറഞ്ഞുതരും. കൊച്ചമ്മേ, കൊച്ചമ്മേ, അമ്മാൻ വന്നു. മാധവി, പ്രഭാവതി വരൂ. പ്രഭാവതി, ഇതാണ് എന്റെ അമ്മാവി. ഇത് എന്റെ എസ്റ്റേറ്റ് അസിസ്റ്റന്റ് മാനേജർ പണിക്കർ. അത് മാധവി, ഇവിടുത്തെ പഴയ ഒരു വേലക്കാരി. അത് വരും. തന്റെ കല്യാണത്തിന് ഉപയോഗിക്കാൻ വെച്ചോളൂ. അമ്മാവി, പ്രഭാവതി അത് വിളിച്ചോണ്ട് കൊടുക്കും. പണിക്കരെ, വരൂ. എസ്റ്റേറ്റ് കാര്യമൊക്കെ എന്തായി? പണമൊക്കെ കിട്ടിയോ? കുറെ പേര് തന്നു, കുറെ പേര് തരാമെന്ന് പറഞ്ഞു. പിന്നെ കുറെ പേര് തരാൻ മനസ്സില്ലാന്ന് പറഞ്ഞു അല്ലേ? കണക്ക് കൊണ്ടുവന്നോ? പൂമാല കൊണ്ടുപോയി എപ്പോഴും തിന്നണം. പൂമാല പെട്ടെന്ന് തയ്യാറാക്കിയത് കൊണ്ട് ചില കുറവുകൾ കണ്ടേക്കാം. കുറവോ? ഈ മുറിക്കോ? ഇതുപോലൊരു മുറി ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. ആ മാധവി ഇതുവരെ കാപ്പി കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ പോയി കൊടുത്തയക്കാം. താൻ എന്തിനാണോ എന്റെ പുറകെ ഇങ്ങനെ കവാത്ത് കിടക്കുന്നത്? ഒന്നിനുമല്ലേ. പിന്നെന്ത്, വ്യായാമത്തിന് വേണ്ടിയാണോ? അല്ലേ, എന്റെ വിഷമം. തനിക്ക് എന്താ വിഷമം? പണം പോയത് എന്റേതല്ലേ? നശിക്കുന്നത് എന്റെ എസ്റ്റേറ്റ് അല്ലേ? അല്ലേ, പിന്നെ തന്റെ എസ്റ്റേറ്റ് ആണോ? അതുമല്ലേ. പിന്നെന്താണോ? ഞാൻ വ്യക്തമായിട്ട് എഴുതി അയച്ചതല്ലേ പണം മുഴുവനും വാങ്ങാതെ റബ്ബർ ഷീറ്റ് കൊടുക്കരുതെന്ന്. റബ്ബർ ഷീറ്റ് മുഴുവൻ കൊടുത്തിട്ട് പണം വാങ്ങിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. തന്നെയല്ല, ഏമാണ്ടി എഴുത്ത്. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. എഴുത്ത്
പ്രഭാവതി, നാളെ എന്റെ അനിയത്തി മധുമതിയും ഭർത്താവും വരുന്നുണ്ട്. വീട് മുഴുവനും കണ്ടോ? ഇല്ല. കാണാത്തത് എല്ലായിടവും ഒന്ന് കാണും. ഞാൻ എസ്റ്റേറ്റിട്ടൊന്ന് പോയിട്ട് നീ കൊച്ചോടാ പിടിച്ചോ, ചൂണ്ടയെ പിടിച്ചോ. പാതിരാത്രി ആയിട്ട് വിക്രമം വന്നില്ലേ? ഇല്ല. സാധാരണ ഇത്രയും താമസിക്കാറില്ലല്ലോ. ആ, കാറ് വന്നെന്ന് തോന്നുന്നു. ഞാൻ പോട്ടെ. പ്രഭാവതി, ഞാൻ വിചാരിച്ചു നീ ഉറങ്ങിക്കാണുമെന്ന്. എന്റെ വരവും പ്രതീക്ഷിച്ചിരുന്നാൽ ഉറങ്ങാൻ പറ്റില്ല. യമാനെ, എന്താടാ? സുധാരണ വന്നിരിക്കുന്നു. സുധാകരൻ? അവൻ ഈ രാത്രി ഇവിടെ? എവിടെ? ആള് ഞാനിപ്പോ ആരാണ് സുധാകരൻ? മരിച്ചുപോയ വിലാസിനെ കൊച്ചമ്മയുടെ സ്വന്തക്കാരൻ. നീ ഇതിലൂടെ വന്നു? മണവാട്ടിയെയും മണവാളിനെയും ഒന്ന് കാണാൻ. പരിഹസിക്കുകയാണ്? അല്ല, അനുമോദിക്കുക. ആദ്യ ഭാര്യ മരിച്ച 6 മാസം കഴിയും മുമ്പ് അതിലും ചെറുപ്പക്കാരിയായ മറ്റൊരുവളെ വിവാഹം കഴിച്ചത് മഹാഭാഗ്യമല്ലേ? പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ പോകാം. മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ല. നിങ്ങൾ ഇത്ര ഭയങ്കരനാണെന്ന് ഞാൻ അശേഷം കരുതിയിരുന്നില്ല. വിലാസിനിയെ കാണാതായപ്പോൾ കാട്ടിയതെല്ലാം അഭിനയമായിരുന്നുവെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. വെറുതെ എല്ലാ ആളുകൾ പറയുന്നത് അവളുടെ മരണത്തിന് ഉത്തരവാദി നിങ്ങളാണെന്ന്. എന്ത് പറഞ്ഞാ? നിന്നെ ഞാൻ കൊണ്ടുവന്ന് പേടിപ്പിക്കുകയാണ്. ഞാൻ വിലാസിനിയല്ല, തന്റെ ഇടമുള്ളൊരു പുരുഷനാണ്. ഒരു കൊല നടത്തിയെന്ന് വെച്ച് വീണ്ടും അത് നടത്താമെന്ന് കരുതേണ്ട. നിർത്തല. ഇനി ഒരു അക്ഷരം പറഞ്ഞാൽ ഞാൻ കൊലപാതകയായി മാറി. പോയി അലറാതെ ഉത്തം മണവാട്ടി കേട്ടാൽ പേടിക്കും. എന്നെ പേടിപ്പിക്കാമെന്ന് കരുതേണ്ട. വിലാസിയുടെ മരണത്തിന് കാര്യം ചോദിക്കാതെ ഈ സുധാകരൻ അടങ്ങി. മര്യാദയെ പോകുന്നോ അതോ ഇപ്പൊ പോകാം. പക്ഷെ ഇനിയും ഞാൻ വരും. അന്ന് അലറുന്നത് ഞാനേ, വിറയ്ക്കുന്നത് നിങ്ങൾ. പ്രഭാവതി, നീ എന്തിലൂടെ വന്നു? കാണാത്തത് കൊണ്ട് വന്നതാ. ശരി, വരൂ. വണ്ടി വേഗം വിടും. എനിക്ക് എന്റെ ചേട്ടത്തിയെ കാണാൻ ധൃതിയായി. അത്രയ്ക്കായോ? എന്നെ കഴുതെന്ന് വിളിക്കുന്നോ? അയ്യോ അല്ല പൊന്നെ, ഇതാ കണ്ടില്ലേ വന്ന് നിൽക്കുന്നത്. ആഹാ, ഇപ്പൊ മനസ്സിലായി. കൂട്ടുകാരനെ കണ്ട് വണ്ടി നിർത്തിയതാണല്ലേ? മാറിയിരിക്കണം, ഞാൻ വണ്ടി ഓട്ടിക്കാം. അയ്യോ വേണ്ട മധുമതി, നീ വല്ലാതെ റേഷ. ഗോ സ്ലോ. ഗോ സ്ലോ നിങ്ങളെ പോലുള്ള മടിയന്മാർക്കാ. മാറിയിരിക്കണം. മാറിയിരിക്കാൻ.
മതി മതി, വണ്ടി നിർത്ത്, ഞാൻ ഓടിക്കാം. അയ്യോ നിർത്ത് നിർത്ത്, ഞാൻ ഓടിക്കാം, മതി. അയ്യോ നടന്ന് പോവാതിരിക്കാൻ. അയ്യോ നിർത്ത്, ഞാൻ ഓടിക്കാം. അയ്യോ വണ്ടി ഒന്ന് മിണ്ടാതിരിക്കണം. നിർത്ത്, വേണ്ട, ഞാൻ ഓടിക്കാം. അയ്യോ ചേട്ടാ ചേട്ടാ. അല്ല, ഞെട്ടിയോ? ഇരിക്കും. ചേട്ടത്തി എവിടെ? ഇവിടെ ഉണ്ടല്ലോ, വിളിക്കാം. പ്രഭാവതി, പ്രഭാവതി. എന്തോ? താനാണോടോ പ്രഭാവതി? അയ്യോ, ഞാൻ പപ്പുവാണ്. പപ്പുവും പരമും. പ്രഭാവതി വരാൻ പറയും. ഇയാളാണോ ഇപ്പോഴും മാനേജർ? അതല്ലേ കഷ്ടം. പ്രഭാവതി, ഇത് എന്റെ അനിയത്തി മധുമതി. ഇത് എന്റെ മിസ്റ്റർ. പേര് പുരുഷോത്തമൻ. നമസ്കാരം. നമസ്തേ. മധുമതി, ഭർത്താവിനെ മൂക്ക് കയറിട്ട് പിടിക്കുന്ന പണി പ്രഭാവതി പഠിപ്പിക്കരുതേ. ആ അളിയൻ എന്നെ വാരിയതാണല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാൻ അളിയനല്ലേ. ചേട്ടാ, എന്റെ പ്രതീക്ഷ ആകെ തെറ്റിപ്പോയി. മനസ്സിലായില്ല. ഒരു പച്ച പരിഷ്കാരിയെ കാണുമെന്നാ കരുതിയത്. പകരം ഒരു പരമസാധു. എനിക്ക് വലിയ സന്തോഷമായി. എനിക്ക് ആശ്വാസവുമായി. കാറിന് ബാഗെല്ലാം എടുപ്പിച്ചുകൊണ്ട് വന്നാ മതി. ഞാൻ വിചാരിച്ചു വിലാസിനിയുടെ മുറിയിൽ തന്നെ ആയിരിക്കുമെന്ന്. നന്നായി അത് വേണ്ടെന്ന് വെച്ചത്. അതെന്താ? ഒന്നുമില്ല. പിന്നെ ചേട്ടൻ ഭ്രാന്തരെ പോലെ നാടനാടായി അലയുകയായിരുന്നു. ഞങ്ങളെല്ലാം പേടിച്ചുപോയി. ഇന്ന് ചേട്ടനെ കണ്ടിട്ട് എന്ത് ആശ്വാസമായിരുന്നു. ചേട്ടനെ രക്ഷിച്ചത് ചേച്ചിയാണ്. ഞാനോ? അല്ല, അദ്ദേഹമാണ് എന്നെ രക്ഷിച്ചത്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിച്ചു എന്ന് കരുതാം. അതാ എന്നെ വിളിക്കുന്നു. ഞാൻ പിന്നെ വരാം. നിങ്ങൾ പോണം. അയ്യോ, ഞാൻ തനിച്ചോ? ആരും പിടിച്ച് തിന്നത്തില്ല. ചെന്നാട്ടെ. വേഗം വരണേ. കുഞ്ഞെ, എന്താ പേടിച്ചു പോയത്? ഇല്ല. ഈ മുറിയിൽ ഒറ്റയ്ക്ക് ഏരിയയിൽ ആരും പേടിച്ചു പോകും. കുഞ്ഞെന്താ തനിച്ചു വന്ന് എന്നെ വിളിക്കാമായിരുന്നില്ലേ? തനിച്ചിരുന്ന് മുഷിഞ്ഞപ്പം വെറുതെ ചുറ്റി നടന്നതാ. വിലാസിനിയുടെ കിടപ്പൂറിയായിരുന്നു അവൾ ഇവിടെ നിന്നും അവസാനമായി ഇറങ്ങിപ്പോയത്. അതേപടി ഈ മുറി ഇന്നും കിടക്കുക. അതെന്താ? വിക്രമന്റെ ആഗ്രഹം അതാ. വിലാസിനിയുടെ ഓർമ്മ എന്നും നിലനിർത്താനായിരിക്കും. അവൾ മെത്തയിൽ എറിഞ്ഞിട്ട് പോയ സാരി, നിരത്തിട്ടിട്ട് പോയ ചെരുപ്പ്, ഹാൻഡ് ബാഗ് എല്ലാം അതേപടി അവളെ കാത്തു കിടക്കുകയാണ്. ഇത് കണ്ടാൽ അവൾ ഈ മുറിയിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിപ്പോയെന്നേ തോന്നുള്ളൂ. ശ്വസിക്കുന്ന വായിൽ പോലും അവളുടെ ശരീരത്തിന് സുഗന്ധം തങ്ങി നിൽപ്പുണ്ട്. വിലാസിനി എങ്ങനെയാണ് മരിച്ചത്? അറിഞ്ഞുകൂടെ? ഒരു രാത്രി ഉടുത്തൊരുങ്ങി കടപ്പുറത്തേക്ക് പോയതാ. പിന്നെ മടങ്ങി വന്നിട്ടേ ഇല്ല. കടലിൽ വീണ് എന്ന് വേണം വിചാരിക്കാൻ. അവളുടെ ബോട്ടും കാണാതായി. അതിൽ കയറി കടലിൽ പോയതായിരിക്കണം.
1 മാസത്തിന് ശേഷം ചീഞ്ഞഴുകിയ ഒരു ശവശരീരം ദൂരെയുള്ള കടപ്പുറത്ത് അടിഞ്ഞു കയറി. വിക്രമൻ തന്നെ പോയി നോക്കി വിലാസിനിയുടെ ആളും തിരിച്ചറിഞ്ഞ് ശവദാഹവും നടത്തി. പാവം, ഇത്ര ചെറുപ്പത്തിൽ അതും കടലിൽ വീണ്. എന്ത് ചെയ്യാൻ കുഞ്ഞെ? എന്നും രാത്രിയിൽ അവൾ ഈ ജനലിന്റെ അരികിൽ നിന്ന് പാടുമായിരുന്നു. പാതിരാപക്ഷികളെ എന്ന് ആരംഭിക്കുന്ന ആ പാട്ട് ഇപ്പോഴും എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. എത്ര രാത്രികളിൽ ഞങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ട്. അത് പോട്ടെ, മുറി മുഴുവൻ കാണണ്ടേ? വേണ്ട, ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു. ജനാല് തുറക്കാൻ നിട്ടാ. അവിടെ നിന്നാൽ നല്ല കാറ്റാണ്. കരയും കടപ്പുറവും എല്ലാം കാണാം. വരും. അത് കണ്ടോ? വരണം, നമുക്ക് പോകാം. കണ്ടില്ലല്ലോ. എത്ര നേരമായി കാത്തിരിക്കുന്നു. കൊച്ചു കള്ളി എത്തിയ കൊച്ചമ്മ എന്താ പേടിച്ച പോലെ? ഒന്നുമില്ല, ഇതാ ഹേമം കൊടുത്തയച്ച എഴുത്ത്. രാത്രി പക്ഷെ മടങ്ങി വരില്ലെന്ന്. വിലാസിനെ കൊച്ചമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ രാത്രി 10 മണി അടിക്കുന്നതിന് മുമ്പ് ഏമാൻ ഇവിടെ എത്തുമായിരുന്നു. ആ, അതൊരു കാലം. ജോലി തീരാതെ മടങ്ങാൻ ഒക്കുമോ? എന്നാലും കൊച്ചമ്മ ഇങ്ങനെ തനിച്ചിവിടെ. അത് സാരമില്ല, ഞാൻ തനിച്ച് ജീവിച്ചവൾ. മാധവി പോവുകയാണോ? എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. മാനേജരെ, ഇതെന്ത് പറ്റി? മാനേജരെ, എണീക്കണം. മാനേജരെ,
ആർക്കറിയാം? ഇവിടെ എങ്ങനെ വന്നു? ചക്ക വെട്ടിയിട്ടത് പോലെ ഒരു ശബ്ദം കേട്ടു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ദാ ഇങ്ങനെ കിടക്കുകയാണ്. ആരാ? ഏയ്, അങ്ങോട്ട് എണ്ണീക്ക്. അങ്ങോട്ട് എണ്ണീക്ക്. പ്രേതം, പിശാച്. മാനേജരെ, വെള്ളം വേണോ? സോഡ. ഇങ്ങനെ എന്തിനാ ഇവിടെ വന്ന് കിടന്നത്? ഏ? ഞാൻ കിടന്നതല്ല മാധവി, എന്നെ കിടത്തിയതല്ലേ. ആര്? വിലാസിലെ കൊച്ചമ്മയുടെ പ്രേതം. ഓഹോ, അത് ശരി. എന്നിട്ട് കിടക്ക വിരിച്ചു തന്നില്ലയോ? നിന്നാണ് എന്നാണ് എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. കാണും കാണും. ഇപ്പോഴേ ഏത് കള്ളുഷാപ്പിൽ നിന്നാ ഇറങ്ങി വന്നത്? ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ മാധവി. മുടി അഴിച്ചിട്ട്. ഓഹോ, അയ്യോ, വയററിയാതെ കള്ളു കുടിച്ചാലേ പേയും പിശാചും ഒക്കെ കാണും. ഏതായാലും ഏമാൻ ഇതൊന്നും അറിയണ്ട. എന്തായാലും എന്റെ ജീവനുണ്ടെങ്കിൽ രാത്രി ഞാൻ ഇങ്ങോട്ട് വരികയല്ല. നമുക്കേ ബോട്ട് ഹൗസിൽ കാണാം. എവിടെ? ബോട്ട് ഹൗസ്. വല്ലാത്ത നിശബ്ദത കേട്ടോ? നിശബ്ദതയല്ലേ? ശരിക്ക് കേട്ടു. അതല്ല. ഒന്ന് മിണ്ടാതെ കിടക്കാമോ? ശരി. കേട്ടോ കേട്ടോ? കാലൊച്ച. കാലൊച്ചയല്ല, കയ്യൊച്ച. എന്തൊരു ബുദ്ധി! ആരായിരിക്കും? പിശാച്. അയ്യോ, പാതിരാക്കി പേടിപ്പിക്കുന്നു. ഇതാവ കളി. ഛേ, ഒന്ന് വായിക്കാനും സമ്മതിക്കത്തില്ല. ശരി, വായിച്ചു. ചേച്ചിയോ? ഈ അസമയത്ത് ചേട്ടൻ വന്നില്ലേ? ഇല്ല, ഇന്ന് വരലിന് എഴുത്തു കൊടുത്തയച്ചു. തനിച്ച മുറിയിൽ കിടക്കാൻ. അതിനെന്താ, ഞാൻ കൂടി അവിടെ വന്ന് കിടക്കാം. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട്. ബേഷായി. മധുമതി, മധുമതി, ശ്രദ്ധിക്കൂ. എന്താണ്? കാലൊച്ച. ശരിയാവും. ഈ അസമയത്ത് ആരാണ്? നേരത്തെ ഇതുപോലെ തന്നെ കേട്ടു. വരും, നോക്കാം. അയ്യോ വേണ്ട, പേടിയാണെങ്കിൽ കിടന്നോളൂ. മധുമതി, ആരാണെന്ന് അറിയണ്ടേ? ആരാ? അയ്യോ, നിങ്ങളോ? കയറി. അതിനെന്താ, ഞാൻ സാഗര നിവാസിലെയാ. ഓഹോ, സാഗർ നിവാസ്. അവളുടെ വീട്. ആരുടെ? അവൾ പോയി പോയി പാതാളത്തിലേക്ക് പോയി. താമതാന്ന് കടലിന്റെ അടിയിലോട്ട് പോയി. ഇനി അവൾ ഒരിക്കലും വരത്തില്ല. ഇല്ല.
പ്രഭാവതി, നിന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി. ആരോടും പറയാതെ നീ ഇങ്ങോട്ട് പോകുന്നതെന്താ? ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാ. ഓഹോ, ആരാണയ്യ? ആരാ? ആ ബോട്ട് ഹൗസിനുള്ളിൽ. ഓ, മനസ്സിലായില്ലേ? ഒരു മുഴുവൻ ഭ്രാന്തൻ. അവൻ വന്ന് പറഞ്ഞു. ഒന്നും മനസ്സിലായില്ല. മനസ്സിലാക്കാനൊന്നുമില്ല. നീ എന്തിനാ അവിടെ പോയി? ചുമ്മാ പോയതാ. നല്ല മുറി, പക്ഷെ മുഴുവൻ പൊടിയടഞ്ഞു കിടക്കുക. നമുക്കതൊന്ന് വൃത്തിയാക്കണം. വേണ്ട, അതങ്ങനെ കിടന്നാൽ മതി. അത് കഷ്ടമല്ലേ? അതിലെ കിടക്ക് പോലും എലി കരണ്ടു തുടങ്ങി. അത് മുഴുവനും കരണ്ട് നശിപ്പിക്കട്ടെ. പ്രഭാവതി, ഞാനവിടെ പോകാറില്ല. അതിനുള്ളിൽ മുഴുവനും ഓർമ്മകളാണ്, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ. നീ അവിടെ പോകരുത്. ഇല്ല, ക്ഷമിക്കണം, ഞാനതറിഞ്ഞില്ല. ശരി, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അല്പം ജോലിയുണ്ട്. ഞാനും. വേണ്ട, കാറ്റ് കൊണ്ടേച്ചൊക്കെ വന്നാൽ മതി. നീ അവളെ കാണാനല്ലേടാ വന്നത്? അയ്യോ അല്ലല്ല, കള്ളം പറഞ്ഞാലേ നിന്നെ കടലിലെടുത്തത്. എന്നാ അതെ. അവളെവിടെ? അവൾ അവന്റെ കൂടെ പോയി, യമാന്റെ കൂടെ. പഞ്ചഭാവി ചതിച്ചോ? അവളുടെ മിനുക്ക് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ. നീ അവളെ കാണുമ്പോഴേ ഇങ്ങനെ ഞെരിച്ച് 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 കൊല്ലണം. എങ്ങനെ എങ്ങനെ? ദേ ഇങ്ങനെ. കുട്ടി വിലാസിനെ തന്നെ പണി കഴിപ്പിച്ച ബോട്ട് ഹൗസാണത്. സദാ അതിനുള്ളിൽ കഴിയാനാണ് അവൾ ഇഷ്ടപ്പെട്ടത്. അദ്ദേഹവും വിലാസിനെ പോലില്ലെങ്കിലും ചേട്ടനും കടലും കടപ്പുറവും ഇഷ്ടമാണ്. അവർ ഒരുമിച്ച് എത്ര രാത്രികൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഓർമ്മ ഇന്നും വിട്ടു മാറിയിട്ടില്ല. മാറുമോ മധുമതി? എനിക്ക് വലിയ ഭയം തോന്നുന്നു. ഒന്നും ഭയപ്പെടണ്ട. മധുമതി, അല്ല, ഇങ്ങെത്തിയോ? ഒറ്റയ്ക്ക് എത്ര നേരം ഇരിക്കും? കണ്ടോ ചേച്ചി, ഇതാ എന്റെ പാട്. 10 മിനിറ്റ് എന്നെ കണ്ടില്ലെങ്കിൽ ഉടനെ അന്വേഷിച്ചിറങ്ങും. അതൊരു വലിയ ഭാഗ്യമല്ലേ മധുമതി? വരണം. ചേച്ചി വരുന്നില്ലേ? ഞാൻ പിന്നെ വന്നേക്കാം. മധുമതി പോയിക്കൊള്ളൂ. നാണമില്ലല്ലോ. ഞാൻ വെറുതെ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാ. എന്നാലേ ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളണം. അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ? വരണം. എന്തിനിവിടെ വന്നു? നിക്കവിടെ. എന്തിനു വന്നു? എന്തിനു വന്നു? ഞാൻ മാനേജ് അന്വേഷിച്ചോന്നതാ. താൻ കണ്ടോ? താന്നു പോയി. അയ്യോ, താന്നു പോയോ? അവളെ അവളോ? ഓടിയെടുത്ത് ബോട്ട് വെച്ച് ഞാൻ പറയല, കൂട്ടിയിടും, തൂക്കിക്കൊല്ലും. തന്നോട് സംസാരിച്ച എനിക്കും ഭ്രാന്ത് പിടിക്കും. പ്രാന്തം എനിക്കോ? അതാ നിനക്കോ? എനിക്കോ? എല്ലാം ഇനം തിരിച്ച് എഴുതിയിട്ടുണ്ട്. നഷ്ടത്തിന്റെ അല്ലേ? നഷ്ടം ലാഭത്തിൽ കൂടി എഴുതിയാൽ ഇൻകം ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരുമേ. അതുകൊണ്ട് എഴുതാതിരുന്നതാണ്. അല്ലെങ്കിൽ നഷ്ടം കൂടെ ലാഭത്തിൽ ചേർത്ത് എഴുതുമായിരുന്നു അല്ലേ? അങ്ങനെയാ മിക്ക കമ്പനിക്കാരും എഴുതി ലാഭം കൂട്ടുന്നത്. ഇതെന്താടോ? പഞ്ചാരപ്പടിയോ? അയ്യോ, തെറ്റിപ്പോയതാണേ. പഞ്ചാരപ്പടിയല്ല, സഞ്ചാരപ്പടിയാണ്. ഓഹോ, നഷ്ടമുണ്ടാക്കാൻ സഞ്ചാരപ്പടിയോ? KM രൂപ 200. എന്താണോ ഈ KM? കിലോമീറ്ററോ? അയ്യോ അതല്ല, പിന്നെ കൈമടക്ക്. എസ്റ്റേറ്റ് പരിശോധിക്കാൻ വന്നവർക്ക് കൈമടക്കിയതാണ്. എടാ, എസ്റ്റേറ്റ് നേരെ ചൊവ്വേ നടത്തിയാല് ഈ കൈമടക്കും കാൽമടക്കും വേണ്ടല്ലോടോ. ഈ കൈമടക്കിന് എഴുതിയിരിക്കുന്ന തുക തന്റെ ശമ്പളത്തിൽ പറ്റെഴുതിക്കൊള്ളൂ. അയ്യോ, എന്റെ പന്നേമല്ല. റബ്ബർ ഷീറ്റ് വിറ്റ തുക ലാഭത്തിൽ നഷ്ടത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. അങ്ങനെയാണേ പതിവ്. എങ്ങനെയാന്നേ? വിറ്റത് നഷ്ടത്തിലാ, പക്ഷെ കണക്കുംപടി കിട്ടിയത് ലാഭമാണ്. ഇങ്ങോട്ട് വരൂ, പുറത്തോട്ട് വരൂ. എന്തിനാതെ? ഇതാ താനും തന്റെ കണക്കും എടുത്തോണ്ട് പോയിക്കോളൂ. ഇവനെ പിടിച്ച അസിസ്റ്റന്റ് മാനേജറാക്കിയ ഞാനാണ് കിട്ടി.
എല്ലാം നശിച്ചു. കാപ്പി കുടിച്ചില്ലല്ലോ. കാപ്പി മനസ്സിന് സുഖമുണ്ടെങ്കിലേ കാപ്പിയും പലഹാരവും. എനിക്കൊന്നും വേണ്ട. അസുഖത്തിന് കാരണം പറഞ്ഞിട്ടെന്ത് കാര്യം? സ്വയം വരുത്തി വെച്ചതാണ്. അനുഭവിക്കാതെ പറ്റുമോ? എന്താ കുഞ്ഞ്? ഒന്നുമില്ല. ഇല്ലേ? എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അമ്മാവി, ഞാൻ കുഞ്ഞിന്റെ വിഷയം എനിക്കറിയാം. പക്ഷെ വിക്രമന്റെ കുറ്റമല്ല. വിക്രമൻ എപ്പോഴും വിലാസിനോട് വിചാരം. സാരമില്ല, മാറിക്കോളും. എന്തോ വലിയ വൈഭവങ്ങളോടായിരുന്നു വിലാസിനി. അവൾ ഉണ്ടായിരുന്നപ്പോൾ ഈ വീട് എങ്ങനെ കിടന്നതാ? എല്ലാ മുറികളും അലങ്കരിച്ച്. അതെല്ലാം വിക്രമൻ അത്ര എളുപ്പം മറക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് കുഞ്ഞ് വിഷമിക്കരുത്. വിലാസിനെ പോലെ ആകാൻ ശ്രമിക്കണം, അത്രയേ ഉള്ളൂ. അതെങ്ങനെ സാധിക്കും? ഞാൻ വെറും ഒരു സാധു. അതൊന്നും സാരമില്ല. കുഞ്ഞ് പഠിച്ചവളല്ലേ, ശ്രമിച്ചാൽ സാധിക്കും. അതിന്റെ കുറവേ ഉണ്ടായിരുന്നല്ലോ. പണിമുടക്ക്. എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്നാണ് തോന്നുന്നത്. 4 മാസം മാറിക്കഴിഞ്ഞതിന്റെ ശിക്ഷ. കണക്കപ്പിള്ളയെ പിടിച്ച് മാനേജറാക്കിയതിന്റെ പ്രായച്ചിത്തം. വേലു വേലു ഡ്രൈവറുടെ കാറിറക്കാൻ പറയണ. എനിക്ക് എസ്റ്റേറ്റിലേക്ക് പോകണം. വേഗം. നേരത്തെ കരുതേണ്ടതായിരുന്നു. ഇനിയെല്ലാം അനുഭവിക്കുകയാണ്. ചേട്ടൻ ചിലപ്പോഴങ്ങനെയാ. മനസ്സിന് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ ആരോടും മുഖം വീർപ്പിക്കും. മനസ്സിലുള്ള വിഷമം ഞാനാണ്. എന്നെ വിവാഹം കഴിച്ചതാണ്. ചേച്ചി ഇത്ര പാവമായി പോയല്ലോ. ഞാൻ പറയുന്നതൊന്ന് കേൾക്കാമോ? എന്താണ് ഇങ്ങനെ സദാ വീട്ടിനുള്ളിൽ അടച്ചിരിക്കാതെ ചേട്ടനെ വിളിച്ചോണ്ട് വെളിയിലൊക്കെ നടക്കണം? ചേട്ടനെ രസിപ്പിക്കേണ്ടത് ചേച്ചിയുടെ കടമയല്ലേ? വരൂ. നമുക്കൊന്ന് കടപ്പുറത്തേക്ക് പോകാം. ഇപ്പോഴോ? എന്തിന്? വെറുതെ. രസിക്കാൻ പറ്റിയ സമയം തന്നെ. ഒരിക്കലും സമയമില്ലല്ലോ. അത്യാവശ്യ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് രസിക്കാൻ നോക്കും. ഇവിടെ വന്നതിൽ പിന്നീട് ജോലി കഴിഞ്ഞിട്ട് 1 മിനിറ്റ് പോലും കിട്ടിയിട്ടില്ല. അത് എന്റെ കുറ്റമാണ്. അല്ല, എന്റെ നിർഭാഗ്യം. അവളെ കാണാമെന്നല്ലേ? ദൈവമേ, ഇതെങ്ങനെ അറിഞ്ഞു? അവളെ എങ്ങോട്ട് പോയി? അവള് താന്ന് കടലോട്ട് പോയി. എന്നെ എനിക്ക് ഭ്രാന്തുണ്ടെന്നു. എങ്ങനെ? എന്നെ ആശുപത്രി കൊണ്ട് കൂട്ടിയിടുമെന്ന്. കൂട്ടിയിടുവാടാ? ഇല്ല, ചേട്ടനങ്ങനെ തോന്നാൻ ഇടയില്ല. ഞാൻ പറഞ്ഞത് എന്റെ അനുഭവമാ മധുമതി. സത്യത്തിന് നേരെ കണ്ണടച്ചിട്ട് എന്ത് കാര്യം? ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനവുമില്ല. ഞാൻ എന്തൊക്കെയോ മോഹിച്ചു. എല്ലാം നടക്കാത്ത മോഹങ്ങൾ. ഞാനിവിടെ താമസിച്ചാൽ അദ്ദേഹത്തിനെ കൂടുതൽ വിഷമിപ്പിക്കാമെന്നല്ലാതെ. മതി, എഴുന്നേൽക്കും. എന്തിന്? അയ്യോ വേണ്ട, അദ്ദേഹം ശകാരിക്കും. എനിക്കിത് സഹിക്കാൻ വയ്യ. ഞാൻ സഹിച്ചോളാം. വരൂ. പുറകെ വിളിച്ചു പോകുന്ന കാര്യം പൂജ്യം. ഞങ്ങളൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാൻ വന്നതാ. അതിനും വലിയൊരു അത്യാവശ്യ കാര്യത്തിൽ ഞാൻ ഭക്ഷണത്തിലേക്ക് പോവുക. പക്ഷെ ഇന്ന് രാത്രി മടങ്ങിയില്ലെന്ന് വരും. ഇപ്പൊ ബോധ്യമായി. എന്തോന്ന് ബോധ്യമാകാൻ? ചേട്ടൻ പട്ടണത്തിലേക്ക് ഏതോ അത്യാവശ്യ കാര്യത്തിന് പോയി. രാത്രി ഇവിടെ കഴിയാനുള്ള വിഷമം കൊണ്ട് വേണ്ടാത്ത വിചാരിച്ച് വിഷമിക്കരുത്. ചേട്ടൻ മടങ്ങി വന്നാലുടൻ ചേച്ചിയുടെ തെറ്റിദ്ധാരണ മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ കോട്ടക്കാരുടെ പക്വായിരിക്കോ? ചേട്ടാ, ഈ ശല്യമായല്ലോ. എവിടെ നിന്ന് വന്ന് നിന്നെ ഇവിടെ ഇരുത്ത് ആണി അടിക്കേണ്ടതാണ്. ചേട്ടാ, നീ നിന്നെ പാറക്കല്ലിൽ അടിക്കേണ്ടതാണ്. ഇപ്പൊ തൽക്കാലം
പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നീട് കർത്താവ് അദ്ദേഹത്തെ കണി കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. ഒരുപാട് ജോലിയുണ്ട്, അതുകൊണ്ട് തന്നെ. കാണും ചെറുപ്പക്കാരെയല്ലേ ഭാര്യ. നിങ്ങൾ എന്തറിഞ്ഞു? വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നതിൽ പിന്നെ ഒരു രാത്രി പോലും എനിക്ക് വീട്ടിൽ കഴിയാൻ സാധിച്ചില്ല. അതാണ് സത്യം. കല്യാണത്തിനോ ഞങ്ങളെ ക്ഷണിച്ചില്ല, ഒരു പാർട്ടിയെങ്കിലും നടത്തണ്ടേ? നടത്താം, പക്ഷേ ഒരു പക്ഷയും വേണം. ഈ ആഴ്ചയിൽ തന്നെ ഒരു ഒന്നാം തരം പാർട്ടി നടത്താം. ഞങ്ങളെല്ലാം ക്ഷണിക്കുകയും വേണം. കർത്താവ് അദ്ദേഹത്തിന്റെ പുതിയ ഭാര്യയെ ഞങ്ങൾക്കെല്ലാം ഒന്ന് കാണണ്ടേ? നടത്തിക്കളാൻ എനിക്ക് അത്യാവശ്യമായി എസ്റ്റേറ്റിൽ ഒന്ന് പോകണം, അതിനിറങ്ങിയതാ. വരട്ടെ. മണി എത്രയായി? ഞാൻ തനിച്ചിരുന്ന്. അയ്യോ, വാതിലടച്ചത് എന്തിന്? വാതിലാവായില്ലേ? അതിന് ഓ, വല്ല പ്രേതവും കയറി വരുമെന്ന് പേടിച്ച്. ചുമ്മാ വേണ്ടാത്തൊന്നും പറയാതെ. ഇതാണോ കളി? ഞാൻ കാര്യമാ പറഞ്ഞത്. ഇവിടെ അടുത്തല്ലേ വിലാസിയുടെ മുറി? അവളുടെ പ്രേതം ഇവിടെ എല്ലാം അറിഞ്ഞു നടക്കുന്നുണ്ടെന്നാ. മതി മതി, കിടക്കാം. മധുമതി, വിളക്കണക്കണോ? ഉറങ്ങണ്ടേ? ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയാണെങ്കിൽ വിളക്കണക്കാൻ പാടില്ലേ? അല്ല, നീ പറഞ്ഞത് മാതിരി വല്ല വല്ല മണ്ണാൻ കട്ട. മധുമതി, കിടന്ന് ഉറങ്ങണം. ഉറങ്ങി. ഒന്നുമില്ലെന്നേ, എന്തോ ദുസ്വപ്നം കണ്ട് നിലവിളിച്ചായിരിക്കണം. കട്ടിലിൽ നിന്ന് വീണപ്പോ എങ്ങും തലയടിക്കാത്തത് ഭാഗ്യമായി. ഏതായാലും കുഞ്ഞിനെ തനിച്ച് ഇവിടെ കിടക്കണ്ട. ശരിയാണ്, ഇന്ന് ഞാൻ കൂടി ഇവിടെ കിടക്കും. മധുമതി. വേണ്ട മധുമതി, അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇവിടെ കിടന്നാൽ എന്റെ മുറിയിൽ ഇതിലും വലിയ അപകടമുണ്ടാവും. മാധവി വന്നല്ലോ, ഇന്ന് മാധവി ഇവിടെ കിടക്കട്ടെ. വേണ്ടെന്നേ, ഒരു സ്വപ്നം കണ്ട് നിലവിളിച്ചതിനെ ഇത്ര അധികം ബഹളമോ? എന്തായാലും മാധവിയോട് ഇവിടെ കിടക്കട്ടെ. വിക്രമൻ ഇങ്ങനെ വരുമെന്ന് തോന്നുന്നില്ല. മാധവി, നിങ്ങളോട് ഇവിടെ കിടന്നു. ഓ, ഞാനിവിടെ കിടന്നോളാം. പോട്ടെ ചേച്ചി. ലൈറ്റ് അണയ്ക്കട്ടെ? വേണ്ട, ഇതാ വെറും നിലത്ത് കിടക്കണ്ട. ഈ വീട്ടിൽ തനിച്ച് കിടന്ന ആരും സ്വപ്നം കാണും കൊച്ചമ്മ. ഈ ഞാൻ തന്നെ പല പ്രാവശ്യം ശരിക്ക് കണ്ടിട്ടുണ്ട്. എന്ത് വിലാസിനി കൊച്ചമ്മ പാട്ടും പാടി? അയ്യോ വേണ്ട, അത് കേട്ടാ കൊച്ചമ്മ പേടിക്കും. മധുമതി, വിലാസിനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയില്ലേ? അറിഞ്ഞുകൂടെ കടൽ മുങ്ങി മരിച്ചു എന്ന്? അതാണോ സത്യം? അതല്ലെന്ന് സംശയിക്കാൻ കാരണം ഇവിടെ വന്നതിൽ പിന്നീട് കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ചേച്ചിയേക്കാൾ ഇവിടെ പരിചയമുള്ള ഞാൻ പറയുന്നത് കേൾക്കും. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം അതേപടി വിശ്വസിച്ചാൽ ഒരു മനസമാധാനവും ഉണ്ടാവില്ല. വരൂ. ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. എന്താണ് ചേട്ടാ? എന്റെ സ്നേഹിതന്മാരെല്ലാം ഒരു പാർട്ടിക്ക് ക്ഷണിച്ചിരിക്കുക. പാർട്ടി ഗംഭീരമാകണം. അതിന്റെ ചുമതലയെല്ലാം ചേച്ചിക്ക്. പ്രഭാവതിക്കോ? പിന്നല്ലാതെ, വീട്ടുകാരിയല്ലേ ചുമതലക്കാരി. എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അതെ അതെ, വീട്ടുകാരിയോട് ഒക്കുമോ വിരുന്നുകാരി? ഇവിടെ ആരാ വിരുന്നുകാരി? മധുമതിയോ? ഞാനൊരു പഴഞ്ചൊല്ലു പറഞ്ഞതല്ലേ അളിയ. അത് ശരി ചേട്ടാ, എല്ലാം ചേച്ചി നടത്തും, കണ്ടോളണം.
ചേട്ടൻ ചുമ്മാ ഇരുന്നാ മതി. ഞാൻ ചുമ്മാ ഇരുന്നോളാം. പക്ഷേ ഒരു പക്ഷിയുമില്ല, എല്ലാം ചേച്ചിയുടെ ഇഷ്ടത്തിന് വിട്ടേച്ചാ മതി. നീ ഇവിടെ ഉള്ളത് കൊണ്ട്. ഞാനോ? നല്ല കാര്യം. ഞങ്ങൾക്ക് വീട് വരെ ഒന്ന് പോണം. പാർട്ടിക്ക് ഇവിടെ എത്താം. എന്താ ഒന്നും മിണ്ടാത്തത്? തനിക്ക് താനും പുഴയ്ക്ക് തൂണും എന്നാ. പോകുന്നതിന് മുമ്പ് ഞങ്ങൾ സകലതും ആലോചിച്ച് നിശ്ചയിക്കാം, അല്ലേ ചേച്ചി? അത് ചെയ്തേച്ചാ മതി. വരും. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. ഒന്നും പേടിക്കണ്ട. ചുണയായിട്ട് സകലം നടത്തണം. ചേച്ചിയുടെ സാമർത്ഥ്യം കാണിക്കാൻ ദൈവം തന്ന സന്ദർഭമാണ്. അത് പാഴാക്കല്ലേ. മധുമതി കൂടെ ഇവിടെ ഉണ്ടായാൽ പാടില്ല. ഞാനിവിടെ ഉണ്ടായാൽ ഞാനാണ് സകലം നടത്തിയതെന്ന് ചേട്ടൻ വിചാരിക്കും, അല്ലേ അമ്മാവി? അത് നേരാകുഞ്ഞേ, ഒട്ടും വിഷമിക്കണ്ട. ഞങ്ങളെല്ലാം വലിയ സഹായിക്കാൻ എന്താണ് വേണ്ടതെന്ന് നിശ്ചയിച്ചാൽ മതി. ഉടനെ ഏർപ്പാട് ചെയ്യാം. എങ്ങനെയെല്ലാം കലാശിക്കുമോ എന്തോ. വേണ്ടതുപോലെ കലാശിക്കും. ചേച്ചി ധൈര്യമായിരിക്കണം. ഞാൻ പോയി യാത്രയ്ക്ക് ഒരുങ്ങട്ടെ. ഗുഡ് ലക്ക്. ഇതോ മാധവി, ഇതും ഇട്ടുകൊണ്ട് ആളുകളുടെ മുൻപിൽ എങ്ങനെ പോകും? എനിക്ക് വേണ്ട. ചുമ്മാതല്ല ഏമാന കൊച്ചമ്മ ഇഷ്ടപ്പെടാത്തത്. ഈ വേഷം അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് നിനക്കെങ്ങനെ അറിയാം? നല്ല ചോദ്യം. ഈ വേഷത്തിൽ വിലാസിനെ കൊച്ചമ്മയെ കാണുമ്പോഴൊക്കെ ഏമാന്റെ മുഖത്ത് പൂത്തിരി കത്തിച്ചു വെച്ച പോലുള്ള പ്രകാശമായിരുന്നു. എന്തോ മധുമതി വന്നിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു. എന്തിനാ ഈ മാധവി അല്ലേ പറയുന്നത്? കൊച്ചമ്മ ഇതങ്ങോട്ട് ഇട്ടാട്ടെ. എത്ര നാളായി കണ്ടിട്ട്. ഇപ്പൊ വരും. പോയിരുന്നത് നല്ല മിടുക്കന്നെ. ഇപ്പോഴാണോ വരുന്നത്? തീരെ സുഖമില്ല. അതുകൊണ്ടാണ് ഞാൻ വരാൻ ഇത്ര താമസിച്ചത്. ചേട്ടനെ പേടിച്ച് മാത്രമാ ഞാനിങ്ങ് പോകുന്നത്. പാർട്ടി കഴിഞ്ഞ ഉടനെ മടങ്ങി പോകണം. ചേച്ചി എവിടെ? അവള് ഡ്രസ് ചെയ്ത് തീർന്നാണില്ല. പോയി നോക്ക്. ഹലോ, നമസ്കാരം. ഇപ്പോഴെങ്കിലും ഒരു പാർട്ടി വരാൻ തോന്നിയില്ല. അതെ, വിശ്വസോടെ ഞാൻ വിളിച്ചോണ്ട് ഇരിക്കും. ചേച്ചി, ഈ വേഷം എന്താ, കൊള്ളാമോ? അയ്യോ, വേഗം മാറ്റൂ. എന്തിന്? മധുമതിക്ക് പിടിച്ചില്ലേ? അയ്യോ, സംസാരിച്ച് സമയം കളയാതെ വേഗം മാറ്റൂ, അല്ലെങ്കിൽ ആകെ കുഴപ്പമോ. ഈ വേഷം എന്താ എനിക്ക് ചേരുന്നില്ലേ? നിർത്ത്. ആര് പറഞ്ഞു ഈ വേഷം അണിയാ? അയ്യോ, എന്താണ് ഈ പറയുന്നത്? അങ്ങേക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതി. ഇതോ നിന്റെ ഈ വേഷം എനിക്ക് ഇഷ്ടമാകുമെന്നോ? നീ ഈ വേഷം ധരിച്ചുകൊണ്ട് അതിഥികളുടെ മുമ്പിൽ വന്നിരുന്നെങ്കിൽ എന്റെ നില എന്താകുമായിരുന്നു? ഞാൻ ഒന്ന് പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. നീ ഹാളിലേക്ക് വരികയും വേണ്ട. മധുമതി, നീ വാ. ചേട്ടാ, ചേച്ചി ആരോ പറഞ്ഞു പറ്റിച്ചതായിരിക്കും. അല്ലാതെ ചേച്ചി സ്വന്തമായിട്ട്. അവളെന്താ കൊച്ചു കുഞ്ഞു വെച്ചാണോ പറഞ്ഞു പറ്റിക്കാൻ? നോൺസെൻസ്. നീ താഴോട്ട് ചെല്ല. അവരെയൊക്കെ ക്ഷണിച്ച് ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോകും. അവർക്ക് യാതൊരു സംശയം തോന്നിക്കരുത്. ഞാനിപ്പോ വന്നേ. വരൂ, എല്ലാവർക്കും ഡൈനിങ് ഹാളിൽ പോവാം. വരൂ, വരണം. പറയൂ, എന്തിനെന്നെ ചതിച്ചു? ഞാൻ നിന്നോട് എന്ത് അപരാധം ചെയ്തു? മുഖം കറുത്തൊരു വാക്കുപോലും പറയാത്തതിനുള്ള പ്രതിഫലമാണോ ഇത്? ഞാൻ എന്ത് ചെയ്തു? അറിഞ്ഞുകൂടെ? നിന്നെ ഞാൻ വിശ്വസിച്ചു. വേലക്കാരി എന്ന നിലയിലല്ല, സ്വന്തം സഹോദരി പോലെ. പകരം നീ ചെയ്തതെന്ത്? ഞാൻ ഈശ്വര തുല്യം ആരാധിക്കുന്നു. അദ്ദേഹം എന്നെ വെറുക്കുന്നതിന് വേണ്ടതെല്ലാം ചെയ്തു. എന്തിന്? ഞാനൊന്നും ചെയ്തില്ല. കൊച്ചമ്മയാണെങ്കിലും അന്യായമായി പഴിക്കുന്നത്. അന്യായമോ? നീ പറഞ്ഞില്ലേ അദ്ദേഹത്തിന് ആ വേഷം ഇഷ്ടമാണെന്ന്? പറഞ്ഞു, ഇപ്പോഴും പറയുന്നു. എന്ത്? വിലാസിന് കൊച്ചമ്മ ആ വേഷം അണിയുന്നത് ഏമാൻ ഇഷ്ടമായിരുന്നു. കൊച്ചമ്മ അറിഞ്ഞപ്പോൾ ഏമാൻ ഇഷ്ടപ്പെട്ടില്ല. അതിന് ഞാൻ എന്ത് കഴിച്ചു? വിലാസിന് കൊച്ചമ്മയ്ക്ക് ഏത് വേഷവും ചേരുമായിരുന്നു. കൊച്ചമ്മയ്ക്ക് ഒന്നും ചേരുകയില്ല. അതിന് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? എന്ത് പറഞ്ഞു? പോകുന്നുണ്ടോ എന്റെ മുൻപിൽ നിന്ന്? പോവാൻ എന്നെ പറഞ്ഞയക്കാം. പക്ഷെ പരമാർത്ഥത്തെ ആക്കി പായിക്കാൻ പറ്റുമോ? പരമാർത്ഥമോ? ഇതുവരെ മനസ്സിലായില്ലേ? വിലാസിനെ കൊച്ചമ്മയെ വിചാരിച്ച് ഏമാൻ ഇന്നും സദാ കരഞ്ഞു കഴിയുകയാണ്.
ഏമാന്റെ ഉള്ളിൽ മുഴുവനും വിലാസിനി കൊച്ചമ്മയുടെ ഓർമ്മ നിറഞ്ഞു നിൽക്കുകയാണ്. ആ നിലയ്ക്ക് ഈ ജന്മം മറ്റാർക്കും ഏമാന്റെ മനസ്സിൽ എത്തി നോക്കാൻ പോലും സാധ്യമല്ല. അപ്പൊ നീ പറയുന്നത് പച്ച പരമാർത്ഥം അല്ലേ? ആലോചിച്ച് നോക്കണം. ഇവിടെ വന്നതിൽ പിന്നീട് ഒരു നേരമെങ്കിലും ഏമാൻ കൊച്ചമ്മയോട് 4 വാക്ക് സന്തോഷമായി സംസാരിച്ചിട്ടുണ്ടോ? ഒരിടത്തെങ്കിലും കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടോ? എന്തെങ്കിലും സമ്മാനമായി വാങ്ങി തന്നിട്ടുണ്ടോ? എന്തുകൊണ്ട്? വിലാസിനി കൊച്ചമ്മ ഉണ്ടായിരുന്നപ്പോൾ ഏമാൻ 1/4 നിമിഷം തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ വന്നത് ഏറ്റവും വലിയ തെറ്റ്. ഈ വീട് മുഴുവൻ വിലാസിനി കൊച്ചമ്മ നിറഞ്ഞു നിൽപ്പുണ്ട്. കൊച്ചമ്മയുടെ കരയിക്കുന്ന പാട്ട്, കൊച്ചമ്മയുടെ നെടുവീർപ്പ്, എല്ലാം എല്ലാ രാത്രിയിലും കേട്ട് പേടിച്ചു കഴിയുന്നവളാണ് ഞാൻ. നീയും കേട്ടോ? കൊച്ചമ്മ പേടിക്കുമെന്ന് വിചാരിച്ചാ ഞാൻ ഇതുവരെ പറയാഞ്ഞത്. ആ പേടിയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്ത് രക്ഷപ്പെടാനോ? എന്നല്ലാതെ ഇവിടെ ഇങ്ങനെ ജീവിച്ചാൽ ഭ്രാന്ത് പിടിക്കില്ലേ? വിലാസിനി കൊച്ചമ്മയുടെ സ്ഥാനം ഈ ജന്മം കൊച്ചമ്മയ്ക്ക് കിട്ടുകയില്ലെന്ന് ബോധ്യമായില്ലേ? ഉണ്ടും ഉറങ്ങിയും കൊടുത്തുറങ്ങിയും കഴിഞ്ഞാൽ മതിയെങ്കിൽ വേണ്ട വേണ്ട, അതിനല്ല ഞാൻ വന്നത്. എന്നാൽ ഉടനെ ഇവിടുന്ന് പോകുന്നതാണ് ബുദ്ധി. അല്ലെങ്കിൽ അത് ഞാൻ പറയണം. വേണ്ട. പെട്ടെന്ന് അസുഖം ഉണ്ടായതിൽ ഞങ്ങൾക്കെല്ലാം വിഷമമുണ്ട്. ഈ ഒരവസരത്തിൽ കാണാമല്ലോ. അതായത് നിനക്ക് പോണല്ലേ? വേണം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ചേട്ടാ, ചേച്ചി പാവം, എങ്ങനെയോ തെറ്റുപറ്റിയതാ. പാവം ഹൃദയം പൊട്ടി കരയുകയാണ് ചേട്ടാ. ചേട്ടൻ ചെന്ന് സമാധാനിപ്പിച്ചില്ലെങ്കിൽ കഷ്ടമാ. എന്റെ ചേട്ടനും ചേച്ചിയും സന്തോഷമായി ഇരിക്കുന്നത് കാണാൻ കൊതിയുള്ളത് കൊണ്ട് പറയുകയാണ് ചേട്ടാ. അതെനിക്കറിയാം അനിയത്തി. നീ ഇപ്പോ പുരുഷോത്തമന് സുഖമില്ലെന്നല്ലേ പറഞ്ഞത്? ശരി ചേട്ടാ. പ്രഭാവതി, 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 പ്രഭാവതി. ഞാൻ വിളിച്ചത് കേട്ടില്ല. എന്തിനെന്നെ വിവാഹം കഴിച്ചു? എന്തിനും? ഇവിടെ വന്നതിൽ പിന്നീട് ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 4 വാക്കെങ്കിലും സന്തോഷമായി സംസാരിച്ചിട്ടുണ്ടോ? പ്രഭാവതി, നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച്. ഞാൻ തെറ്റിദ്ധരിച്ചു. അങ്ങയുടെ ഭാര്യയാണെന്ന്, അങ്ങയുടെ വീട്ടിലെ നായികയാണെന്ന്.
ഇവിടെ വന്നപ്പോഴാണ് അത് അസാധ്യമാണെന്ന് ബോധ്യമായത്. അങ്ങയുടെ മനസ്സും ആ വീടും മുഴുവൻ വിലാസിനിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുകയാണ്. നിനക്കൊന്നും അറിഞ്ഞൂടാ. അറിയാമെന്ന് ഞാൻ പറഞ്ഞു. വിലാസിനിയുടെ സൗന്ദര്യം, കഴിവ് യാതൊന്നും എനിക്കില്ല. അതറിഞ്ഞിരുന്നിട്ടും എന്തിനെ വിവാഹം കഴിച്ചു? വിലാസിനിയുടെ ഓർമ്മകളുമായി കഴിഞ്ഞുകൂടാമായിരുന്നില്ല. അവളുടെ ഓർമ്മകളുമായി കഴിഞ്ഞുകൂടാവുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന എന്നോടാണോ ഈ പറയുന്നത്? എന്ത് രക്ഷപ്പെടാനോ? അതെ, നീ വിശ്വസിക്കുന്നത് വിലാസിനെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നല്ലേ? ഞാൻ അവളെ കഠിനമായി വെറുത്തിരുന്നു. ഇപ്പോഴും വെറുക്കും. വരൂ, എല്ലാം വിശദമായി പറയാം. വരാൻ താമസിക്കുമോ? അതാ എല്ലാം വരുന്നത്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് ഇൻസ്പെക്ടർ. രാത്രി ഇപ്പോൾ ഉപദ്രവിക്കുന്നതിൽ ക്ഷമിക്കണം. അത്യാവശ്യ കാര്യമായതുകൊണ്ട്. സാരമില്ല, ഇരിക്കണം. എന്താ കാര്യം? പ്രൈവറ്റാണ്. ഞാൻ പോയി. വേണ്ട ഇൻസ്പെക്ടർ, ഇവളിൽ നിന്ന് എനിക്ക് ഒരു രഹസ്യവുമില്ല. പറയാം. കടലിൽ മീൻ പിടിക്കാൻ പോയ വെള്ളം മുങ്ങിപ്പോയി. അത് പൊക്കിയെടുക്കാൻ മുങ്ങിത്തപ്പിയ മുക്കോമാർ അതിനരികിലായി മുങ്ങിക്കിടക്കുന്ന ഒരു ബോട്ട് കണ്ടെത്തി. അത് പൊക്കിയെടുത്ത് അവർ പോലീസ് വിവരം അറിയിച്ചു. എന്നിട്ട് ഞാനത് പരിശോധിച്ചു. ഏതാനും മാസം മുമ്പ് കാണാതെ പോയ അങ്ങയുടെ ബോട്ടാണെന്ന് മനസ്സിലായി. അതെങ്ങനെ? അതിനുമേൽ വിക്രം എന്ന് പേര് കുത്തിയിട്ടുണ്ട്. എങ്കിലത് എന്റെ ബോട്ട് തന്നെയായിരിക്കും. അതിന്റെ ക്യാബിനകത്ത് ഒരു ശവം കിടപ്പുണ്ട്, ഒരു അസ്ഥിപഞ്ജരം. അതെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവരുവാൻ എല്ലാ ഏർപ്പാടും ചെയ്തിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നു. സാർ അങ്ങോട്ട് വന്ന് ഇപ്പൊ തന്നെ വേണ്ട, രാവിലെ വന്നാൽ മതി. അപ്പോഴേ അത് കൊണ്ടുവരികയുള്ളൂ. ഞാൻ ഇറങ്ങട്ടെ. അതെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നോട് പറയൂ, അങ്ങയുടെ വിഷമം എന്താണെന്ന്. വിലാസിനെ ഒറ്റയ്ക്കല്ലേ അന്ന് രാത്രിയിൽ പോയത്? അതെ. ആ ബോട്ടിലെ ശരീരം വിലാസിനിയുടേത് തന്നെ. അപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കടലിൽ പൊങ്ങി വന്ന ശരീരം? അത് വേറെ ആരുടേതോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് അങ്ങ് പറയുന്നത്? അവൾ ജയിച്ചല്ലോ. ആര്? വിലാസിനി. അവളുടെ കരിനിഴൽ എന്റെ ജീവിതത്തിൽ സദാ ഒരു ഭീഷണിയായി തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മൃതദേഹവും കൊണ്ട് ആ ബോട്ട് കടലിനടിയിലേക്ക് താഴുന്നത് ഞാൻ നോക്കി നിന്നപ്പോൾ വ്യാമോഹിച്ചുപോയി. എന്റെ ദുരിതങ്ങൾ കടലിനടിയിൽ താണു നശിച്ചെന്ന്. ഇന്നിതാ അത് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് എന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ കൈകൾ നീട്ടും. സത്യത്തിന് പുറംതിരിഞ്ഞിട്ടെന്ത് കാര്യം? ആ ബോട്ടിലെ അസ്ഥിപഞ്ജരം അവളുടേത് തന്നെയാണ്. പോലീസ് അത് തിരിച്ചറിയും. അവളുടെ ആഭരണങ്ങളും വിരലിലെ വിവാഹമോതിരവും എല്ലാം അതിനവരെ സഹായിക്കും. അങ്ങ് വിലാസിനിയെ? നിനക്കെന്നെ വിശ്വാസമുണ്ടോ? അങ്ങയ്ക്കതിൽ സംശയമോ? പറയൂ, എന്ത് സംഭവിച്ചു? എല്ലാം എന്നോട് പറയൂ. പറയാം. വിലാസിനിയെ ഞാൻ ആദ്യമായി കണ്ടത് ഒരു ഫംഗ്ഷനിൽ വെച്ചായിരുന്നു. അന്ന് അവളുടെ നൃത്തം. മിസ് വിലാസിനി, ഇദ്ദേഹമാണ് മിസ്റ്റർ വിക്രമൻ കർത്ത. വിലാസിനിയെ കാണാൻ വന്നതാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെയോ? അതെങ്ങനെ? ഞാൻ കലാകാരനോ രാഷ്ട്രീയക്കാരനോ ഒന്നും അല്ലല്ലോ. അല്ലെങ്കിലും വലിയ പരോപകാരിയല്ലേ? എന്തോ, ഞാൻ വിലാസിനെ അഭിനന്ദിക്കാനാണ് വന്നത്. ഇത്ര മനോഹരമായ ഒരു നൃത്തം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. താങ്ക്സ്. വിലാസിനി വലിയൊരു സോഷ്യൽ വർക്കറാണ്. ഞങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് ഈ പെർഫോമൻസിന് സമ്മതിച്ചെന്നേ. ഏതായാലും ഇങ്ങനെ പരിചയപ്പെടാൻ ഇടയായതിൽ വലിയ സന്തോഷമുണ്ട്. എനിക്കും. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. ഇനിയും കാണാം. നമസ്കാരം.
കാപ്പി കുടിക്കുന്ന കാര്യം പോലും അങ്ങ് മറന്നു. ഇതാ. ഇത് മാധവിയുടെ കയ്യിൽ കൊടുത്തയക്കാമായിരുന്നല്ലോ അമ്മായി. കൊള്ളാം. വേലക്കാരിയാണോ നിനക്ക് കാപ്പി കൊണ്ട് തരേണ്ടത്? വിക്രമ, ഈ വീട് ഇങ്ങനെ കിടന്നാ മതിയോ? ഇവിടെ ഒരു വീട്ടുകാരി വേണ്ടേ? അമ്മാവി ഇല്ലേ? അതല്ല, നിന്റെ കാര്യം അന്വേഷിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ. ആ, ഞാനും അതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. കർത്താവ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിൽ പിന്നെ വിലാസിനെ ആളാകെ മാറിപ്പോയല്ലോ. അസൂയോ പരിഭവമോ? രണ്ടുമല്ല, പേടി. എന്തിന്? എന്റെ തങ്കം കൈവിട്ടു പോകുമോ എന്ന്. എങ്കിൽ എനിക്ക് കർത്താവും വേണ്ട കർമ്മവും വേണ്ട. അയ്യോ, അത് പാടില്ല. ഞാൻ കളി പറഞ്ഞതല്ലേ. നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് അയാൾ വിലാസിനിയുടെ കൺകോണിൽ കുരുങ്ങിയത്. ഇനി അത് വിട്ടുകളയരുത്. പണം തരാൻ കർത്താവും ചെലവഴിച്ച് സൂക്ഷിക്കാൻ നമ്മളും. ഇതാ. ഇതെനിക്കാണോ? പിന്നെ ഞാൻ അണിയുമോ? അണിയിക്കരുതോ? ഏ, ആ കൈകൊണ്ട് ഈ കഴുത്തിൽ. കഴുത്തിൽ അണിയിക്കാനോ? എന്താ പയ്യെ? ഓ, അങ്ങയുടെ ഭാര്യ അറിഞ്ഞാൽ. ഭാര്യയോ? ആ ഭാഗ്യം ഇതേവരെ എനിക്കുണ്ടായിട്ടില്ല. പേടിയല്ല, വിവാഹം കഴിക്കാത്ത വിലാസിനിയുടെ കഴുത്തിൽ. ഞാൻ സമ്മതിച്ചു. അങ്ങയ്ക്ക് വിരോധമില്ലെങ്കിൽ. വിരോധമോ? ഞാനൊരു സ്വപ്നം കാണുന്നവനാണ്. പിന്നെ മടിക്കണ്ട. ഈശ്വരന്റെ മുമ്പിൽ നമ്മുടെ വിവാഹം കഴിഞ്ഞു. ഇനി ലോകത്തിന്റെ മുമ്പിൽ വേണം അല്ലേ? വിലാസിനിക്ക് സമ്മതമാണെങ്കിൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് നടത്താം. അങ്ങേയറ്റത്തെ ആർഭാടത്തോടെ ഞങ്ങളുടെ വിവാഹം നടന്നു. വിലാസിയുടെ സൗന്ദര്യത്തിൽ അതിശയിച്ചു. എന്റെ ഭാഗ്യത്തിൽ എന്നെ അനുമോദിച്ചു. കാത്തിരുന്ന് അവസാനം മനസ്സിലിണങ്ങിയ ഒരുവളെ ജീവിതസഖിയായി ലഭിച്ചതിൽ ഞാൻ ആത്മാർത്ഥമായി അഹങ്കരിച്ചു. മധുവിധുവിന്റെ ആദ്യ രാത്രി. ഇവിടെ ഇരിക്കൂ. ഇങ്ങനെ നാണിച്ചാലോ? നാണമല്ല, പിന്നെ ഭർത്താവിനൊപ്പം ഇരിക്കാൻ പാടില്ല. അയ്യോ, രാത്രി മുഴുവൻ ഇങ്ങനെ നിൽക്കാനാണോ ഭാവം? ഞാൻ കുഴങ്ങിപ്പോകുമല്ലോ. അതല്ല, എന്നാ ഒന്നായി കഴിഞ്ഞില്ലേ, ഇനി ഈ ഉപചാരമെല്ലാം എന്തിന്? വരൂ. ഞാനൊരു അങ്ങയുടെ അരികിൽ ഇരിക്കാനുള്ള ചേച്ചി വെളിയിൽ പോകാൻ ഒരുങ്ങാണോ? അതെ. എന്താ? ഒന്നുമില്ല. ചേച്ചി എങ്ങോട്ടാ പോകുന്നത്? എന്തിന്? ഞാൻ ചേച്ചിയും ഒരുമിച്ച് ഒരു രാത്രി കൂടാനാ വന്നത്. വിരോധമില്ലെങ്കിൽ ഞാനും കൂടെ വരാം. സോറി, എനിക്ക് പലയിടത്തും പോകേണ്ടതുണ്ട്. എങ്കിൽ ഞാനിവിടെ കാത്തിരിക്കാം. വേഗം മടങ്ങി വരുമോ? അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ വളരെ വൈകിയേക്കും. എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട. ആ മാധവി, മധുമതിയുടെ ചേട്ടൻ വരുമ്പോൾ ഞാൻ വെളിയിൽ പോയെന്ന് പറഞ്ഞേക്കണം. മറ്റൊന്നും തോന്നല്ലേ. കൊച്ചമ്മയുടെ സ്വഭാവമാണ്. മനസ്സിലായി. പലരും പറഞ്ഞു കേട്ടു. ഇന്നാണ് ബോധ്യമായത്. പാവം ചേട്ടൻ വല്ലാത്ത തന്റെ ഇടക്കാരിയാ. തന്റെ ഇടമല്ല അമ്മായി, താന്തോണിത്തം. അയ്യോ, കൊച്ചമ്മ വെറും പാവമാ. ഈ എടുത്തിയാട്ടനേ ഉള്ളൂ. നിലയറിയാതെ ചാടിയാലേ നിലത്ത് വീണ് തകർന്നു പോകും. കുഞ്ഞു പോവാണോ? പിന്നെല്ലാതെ ഇനി ഇവിടെ താമസിക്കണോ? ഇത്രയും അവമാനം പോരെ? എവിടെ പോകുന്നെന്ന് വിലാസിനി പറഞ്ഞില്ലേ? ഇല്ലേ, ഏമാൻ വരുന്നതിന് മുമ്പ് ഇനി എത്തുമെന്നാ പറഞ്ഞത്. തനിച്ചാണോ പോയത്? ആന്നേ, കൊച്ചമ്മ തന്നെ കാർ ഓടിച്ചോണ്ട് പോയത്. കൊച്ചമ്മ കാർ ഓടിച്ചോണ്ട് പോകുന്നത് കണ്ട ആരും നോക്കി നിന്ന് പോകും. ചോദിച്ചില്ല. എന്തോ? ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതിയത്. കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ആ, കൊച്ചമ്മ വരുന്നല്ലോ. ആ, നീ വെക്കോ. അല്ല, നേരത്തെ ഇങ്ങെത്തിയോ? ഇത് സുധാകരൻ, എന്റെ കസിൻ ബ്രദർ. സുധാകരൻ എന്താ ജോലി? പറയത്തക്ക ജോലിയൊന്നുമില്ല, ചില്ലറ ബിസിനസ്സുകളെല്ലാം. സുധാകരൻ ഒരു നല്ല ജോലി കൊടുക്കണം. നമ്മുടെ എസ്റ്റേറ്റിലായാൽ ഇവിടെ താമസിക്കാമല്ലോ. അങ്ങില്ലാത്തപ്പോൾ എനിക്കൊരു സഹായവുമായിരിക്കും. ആഹാരം കഴിക്കണ്ടേ? അയ്യോ, അങ്ങ് കഴിച്ചില്ലേ? സോറി. വരൂ. മാധവി, മാധവി. എന്താ? ഇതാ. എനിക്കാണോ കൊച്ചമ്മേ? അല്ലെങ്കിൽ നിന്റെ കയ്യിൽ തരുമോ? അയ്യോ, ഇത്ര വില കൂടിയ സാരി ഉടുക്കാൻ അറിഞ്ഞുകൂടെ? ഞാൻ പഠിപ്പിക്കാം. അതല്ല,
ഞാനൊരു പാവം. നിന്നെ കണ്ടിട്ട് അത്ര പാവമാണെന്ന് തോന്നുന്നില്ല. അയ്യോ കൊച്ചമ്മ. മാധവി, എനിക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം. അല്ലെങ്കിൽ എന്നും ഇങ്ങനെ വൃത്തികെട്ട് നടക്കണം. എന്റെ പൊന്നു കൊച്ചമ്മേ, ഈ മാധവി കൊച്ചമ്മയുടെ ദാസിയല്ലേ, എന്ത് വേണമെന്ന് പറഞ്ഞാട്ടെ. മിടുക്കി, ഞാൻ പുറത്തേക്ക് പോകുകയാ. മടങ്ങി വരുന്നതിന് മുമ്പ് അദ്ദേഹം വന്നാൽ അതൊക്കെ മാധവി നോക്കിക്കോളാം. കൊച്ചമ്മ ധൈര്യമായിട്ട് പോയിട്ട് വന്നത്. മിസ്റ്റർ, അവിടെ നിൽക്കണം. എന്ത് വേണം? പേര്, മേൽവിലാസം, വന്ന കാര്യം, കാണേണ്ട ആള്, ഇതൊക്കെ വേണം. ആർക്ക്? എനിക്ക്. താൻ ആരാ? ആ നിങ്ങൾ ആരാണ്? ഗാന്ത കിടക്കുന്നു. വാദി പ്രതിയായോ? നിങ്ങൾ ആരാണെന്നാ ചോദിച്ചത്. അതൊക്കെ അറിയേണ്ട കാര്യം തനിക്കെന്താ? താനോ? ഇത് പറഞ്ഞ താനോ? താൻ കിട്ടാ പോരാ, കുറച്ച് ഡീസന്റ് ഒക്കെ വേണം. ഫുൾ. ആ ഇതേ അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാൻ, നിൽക്കാൻ. സ്റ്റോപ്പ്. എങ്ങോട്ടാ? വിലാസിനെ കാണാൻ. കൊച്ചമ്മയെ കാണാൻ. എന്താ കാണാൻ കൊള്ളൂല്ലേ? പിന്നെ ഒരു ഫൗള് പറഞ്ഞാലുണ്ടല്ലോ. കൊച്ചമ്മ ആരാണെന്നാ വിചാരം? കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണ്. ചേട്ടാ, പിന്നെയും അശ്ലീലമാണല്ലോ പറയുന്നത്. ഇറങ്ങി പോണോ? കയറി പോകാനാണ് വന്നത്. ചേട്ടാ, വീട്ടിൽ കയറി മാറ്റി വന്നോ? ഇങ്ങോട്ട് ഇറങ്ങാൻ. വേലു, എടാ വേലു, എടാ എന്നെ കൊല്ലുന്നടാ, ഓടി വന്നാ വേ. അല്ല സുധാകരനോ? ഇനി വരും. അവിടെ നിൽക്കുന്ന എന്താ? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. വരൂ. എന്റെ ഭഗവാനെ, സർവത്ര അശ്ലീലം. അത് വിലാസിന്റെ അല്ലേ? നിർത്തു, നിർത്തു. വിലാസിനി. ഹലോ ഡിയർ, ഞാനൊരു പാർട്ടിക്ക് പോകുകയാണ്. ഇവരെല്ലാം എന്റെ ഫ്രണ്ട്സ്. മനസ്സിലായില്ലേ? എന്റെ ഹസ്ബൻഡ്. മനസ്സിലായി. വീട്ടിലേക്ക് വരൂ. എന്തിന്? വീട്ടിലേക്ക് വരാൻ. ബഹളം ഉണ്ടാക്കരുത്, ഇത് റോഡാണ്. വരുന്നുണ്ടോ ഇല്ലയോ? സോറി, പിന്നീട് കാണാം. ടാറ്റാ. അവരെല്ലാം നിലയും വിലയുമുള്ള മാന്യന്മാരാണ്. മാന്യന്മാർ? വിലാസിനി, ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്നവരാ. അവന്മാരെ എല്ലാം പറ്റി എനിക്ക് നല്ലപോലെ അറിയാം. സ്കാംസ്. അവരുമായി നീ എങ്ങനെ പരിചയപ്പെട്ടു? ഞങ്ങൾ ഒരുമിച്ച് പല സോഷ്യൽ വർക്കിനും പോയിട്ടുണ്ട്. അവരിൽ യാതൊരു ദൂഷ്യവും ഞാൻ കണ്ടിട്ടില്ല. സോഷ്യൽ വർക്ക്? ഏതായാലും മേലാൽ അവരുമായി യാതൊരു ഇടപാടും വേണ്ട. എനിക്കത് ഇഷ്ടമല്ല. സ്വന്തം ഇഷ്ടം മാത്രം നടക്കണമെന്ന് നിർബന്ധിക്കുന്നത്. എന്ത്? എന്റെ ഇഷ്ടം നോക്കേണ്ടതാണല്ലേ നീ? മറിച്ചും വേണ്ടേ? കണ്ട ആഭാസന്മാരുമായി നടക്കുന്നതാണോ നിന്റെ ഇഷ്ടം? അവർ ആഭാസന്മാരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഏതായാലും അവരുടെ മുമ്പിൽ വെച്ച് എന്നോട് വെറും ഒരു അടിമയെ പോലെ പെരുമാറിയത്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. ഞാൻ കഠിനമായി എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. ഓ, ഒരു മരക്കോണി. എന്താ ഇത്ര തുറച്ചു നോക്കാൻ? അല്ലേ, ഈ വേഷത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? ഏഹ്. എന്നാ കണ്ണടച്ചോളണം. ആ, കണ്ണടച്ച പിന്നെ കാണാൻ ഒക്കുവോ? അല്ല, കൊച്ചമ്മ വന്നേ പിന്നെ ആളങ്ങ് കേറി മിനിങ്ങല്ലോടി. ദേ, എന്നെ കയറി എടീന്ന് വിളിച്ചാലുണ്ടല്ലോ. താൻ ആരാ എന്നെ എടീന്ന് വിളിക്കാൻ? ഞാനോ? ആ. പറയട്ടെ. ഞാനീ ഒരാള്. അയ്യ, കണ്ടേച്ചാലും മതി. പാവത്തം തോന്നി ഏമാൻ കണക്കപ്പിള്ളി ആക്കിയെന്നും വെച്ച് കേറി വിലസണ്ട. ആ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഏറെ കേറണ്ട, മൂട്ടി പോരും. ഓ, നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടാലേ ഏമാ നിന്നെയാണ് കെട്ടിയതെന്ന് തോന്നുമല്ല. ആണെന്ന് വിചാരിച്ചോളണം. ഞാനും പെണ്ണാ. ചിലപ്പം ഇതുപോലൊരു വീട്ടിലെ കൊച്ചമ്മയായി. അയ്യോടി, അങ്ങനെ അങ്ങ് ആശിച്ചാലേ ഈ ഉരുപ്പടിക്ക് കേടാ, കേട്ടോ? സഹിച്ചു പോണം. ആട്ടെ, കൊച്ചമ്മ അങ്ങോട്ട് പോയി. ചെന്ന് തിരക്ക്. ചേട്ടാ, അതിന് നീ അങ്ങ് പോവുകയാണോ? മാറിയേ. ഓ, എന്റെ കൊട. വിലാസിനി, വിലാസിനി. ഹോ, തുടങ്ങി. ഡ്രസ് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. പോകാൻ സമയമായിരിക്കും. ഡീസന്റായി ഡ്രസ് ചെയ്യാതെ പോകാൻ ഒക്കുമോ? പോരെങ്കിൽ വലിയൊരു വീട്ടിലെ പാർട്ടിക്കല്ലേ പോകുന്നത്.
എത്ര പേര് വരുന്ന സ്ഥലം. അത് നേരാ. ഇന്ന് അവിടെ വരുന്നവരെല്ലാം കൊച്ചമ്മയുടെ ദേഹത്തുനിന്ന് കണ്ണു മാറ്റുകയില്ല. നീ ബോഡി എത്ര നേരമായി? എന്താണ് ഈ വേഷം? ആര് പറഞ്ഞു ഇങ്ങനെ വേഷം കേട്ടാ? ആര് പറയാൻ? എനിക്കിഷ്ടമുള്ള വേഷം. നിന്റെ ഇഷ്ടം. വിലാസിനി, എനിക്ക് ഈ നാട്ടിലൊരു നിലയും വിലയുമുണ്ട്. ഈ കുടുംബത്തിനൊരു അഭിമാനമുണ്ട്. ഈ വീട്ടിലെ പെണ്ണുങ്ങൾ ആരും വേശികളെ പോലെ വേഷം കെട്ടി നടന്നിട്ടില്ല, മനസ്സിലായോ? വേഗം ഇത് മാറ്റി കുടുംബത്തിൽ പിറന്നവർക്ക് ചേർന്ന് വസ്ത്രം ധരിച്ചു വരൂ. അറിഞ്ഞുണ്ടെങ്കിൽ അവളോട് ചോദിക്കൂ, പറഞ്ഞു തരും. നിന്റെ ഒരു വേഷം. എനിക്കിഷ്ടമുള്ള വേഷം ഞാൻ ധരിക്കും. എന്റെ കൂടെ വരുമ്പോൾ അത് സാധ്യമല്ല. എന്റെ ഭാര്യ ആയിരിക്കുമ്പോൾ ഞാൻ അത് അനുവദിക്കുകയില്ല. നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട് സകലതും നിങ്ങളുടെ ഇഷ്ടം പോലെ നടത്തണോ? സംശയമുണ്ട്, വേണം. അതിന് ഈ ഭാര്യ നോക്കണ്ട. ഞാനാണ് പറഞ്ഞത് വേഷം മാറ്റാൻ. ഞാനല്ലേ പറഞ്ഞത് മാറ്റുകയില്ലെന്ന്. ഈ നാണം കെട്ട വേഷത്തിൽ ഈ വീട്ടിന് പുറത്തു പോകാമെന്ന് കരുതണ്ട. ഈ വേഷത്തിലല്ലാതെ ഞാൻ ഇറങ്ങുന്നില്ല. വിലാസിനി, എന്റെ ക്ഷമയെ അധികം പരീക്ഷിക്കരുത്. എന്റെയും നാണം കെട്ടവളെ, നീ ഒരു കുടുംബസ്ത്രീയോ തെരുവ് തന്നെയോ? നിന്നെ ഞാൻ വിവാഹം കഴിച്ചു എന്ന് കരുതി നീ കാണിക്കുന്ന ആഭാസങ്ങളെല്ലാം ഞാൻ സഹിക്കുമെന്നോ? ഇല്ല. മരണത്തെക്കാൾ വലുതാണ് മാനം. നിന്റെ ഒരു വേഷവും നീയും രണ്ട് ഞാൻ വലിച്ചേറി കടലിലെറിയും. സത്യം പറഞ്ഞ ഈ പ്രൊഹിബിഷൻ ലിഫ്റ്റ് ചെയ്തതോടുകൂടെ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലിൽ വന്നിരുന്ന് ആഹാരം കഴിക്കാനേ പ്രയാസം. കുട്ടിച്ചു മറിയുന്നവരുടെ ഒരു ബഹളമല്ലേ? ഓഹോ, പെണ്ണുങ്ങളും ഉണ്ടോ? എന്നാ നേരം വെളുക്കുന്നത് വരെ മേളം തന്നെ. ഇത്തരം പെണ്ണുങ്ങളെ വേണം ശരിക്ക് ശിക്ഷിക്കാൻ. സൊസൈറ്റി ലേഡീസ്. എന്നിട്ട് കണ്ണി കണ്ടവരുടെ കൂടെ ഹോട്ടൽ തോറും കയറി ഇറങ്ങി കുട്ടിച്ച് മറിഞ്ഞ് ലജ്ജാഭാവം നാടിന് പോലും കുറച്ചില്ല. താങ്ക് ഗോഡ്, മിസ്റ്റർ ഇങ് എത്തിയില്ല. എന്നെ പേടിപ്പിക്കാൻ ഒളിച്ചു നിൽക്കുമായിരുന്നു. പേടിയോ? നിനക്കോ? പേടിയുള്ളവൾ ഇങ്ങനെ പാതിര കഴിഞ്ഞിട്ട് കണ്ടിടത്തൊക്കെ അലഞ്ഞു നടക്കുമോ? കണ്ടെടുത്തോ? ഞാൻ എന്റെ കസിൻ ബ്രദറിന്റെ വീട്ടിലേക്ക് പോയതാ. നീ എവിടെ പോയെന്ന് എന്ത് ചെയ്തു എന്ന് എനിക്കറിയാം. നീ പോയ ഹോട്ടലിൽ തന്നെയാണ് ഞാൻ ചെന്ന് ചേർന്നത് കഷ്ടകാലത്തിന്. അതെ, ഞാൻ എന്റെ ഫ്രണ്ട്സുമായി ആ ഹോട്ടലിൽ പോയി. അതിനെന്താ, അവരെനിക്കൊരു പാർട്ടി തന്നു. നിന്റെ പാർട്ടി കണ്ട ആഭാസന്മാരുമായി കൂട്ടുകൂടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പറയുന്നതെല്ലാം അനുസരിക്കാൻ പറ്റുമോ? എന്തു പറഞ്ഞു? നീ നീ കുടിച്ചു? വിടാൻ, എന്നെ വിടാൻ. നീ കുടിച്ചു അല്ലേ? അതെ, കുടിച്ചു. പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ അല്പം കുടിച്ചെന്ന് വരും. പുരുഷന്മാരുമായി ഫ്രീ ആയി പെരുമാറിയെന്ന് വരും. അതാണ് സോഷ്യൽ എറ്റിക്കറ്റ്. അതിനിത്ര ബഹളം കൂട്ടുന്നതിന്? നീ ഇങ്ങനെയുള്ളവളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ അടിയും ഇടിയും സഹിച്ച് അടുക്കളയിൽ ഒതുങ്ങി കഴിയുമെന്നോ? നിങ്ങളുടെ കാല് കഴുകി പൂജിക്കുമെന്നോ? കർത്താ, നിങ്ങൾ കാല് തെറ്റിപ്പോയി. ഇന്നടിച്ചത് ഞാൻ ക്ഷമിക്കുന്നു. മേലാലെന്റെ ദേഹത്ത് തൊട്ടുപോയാൽ നിന്നെ ഞാൻ ആരെന്നറിയാമോ? വിക്രമൻ കർത്താവിന്റെ ഭാര്യ, ഈ വീട്ടിലെ നായിക. നിന്നെ ഇപ്പൊ ഞാൻ അടിച്ച് പുറത്താക്കും. എന്നെയോ? അത് തന്നെ കാണട്ടെ. ഞാൻ വിചാരിച്ചാൽ നിങ്ങളുടെ അഭിമാനവും അന്തസ്സും പഞ്ഞുപോലെ കാറ്റിൽ പറക്കും. മഹാപ്രതാപശാലിയായ വിക്രമൻ കർത്താവിനെ നോക്കി ജനങ്ങൾ പൊട്ടിച്ചിരിക്കും. അത് ഓർമ്മയിരിക്കട്ടെ. നാളെ മുതൽ എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും. അതിലിടപെട്ടാൽ അനുഭവം ഭയങ്കരമായിരിക്കും.
ഹലോ, ഗുഡ് ഈവനിങ്. വിലാസിന് ഇവിടെ ഇല്ലേ? വിലാസിന് ഇവിടെ ഇല്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് കാണണം. സാധ്യമല്ല. കാണാൻ സാധ്യമല്ലെന്ന് അത് പറയേണ്ടത് വിലാസിനിയല്ലേ? എണീക്കടാ. ഇറങ്ങടാ വിളി. മിസ്റ്റർ, നിങ്ങളൊരു മര്യാദ ഇല്ലാത്തവനാണ്. മനസ്സില്ല. അയ്യോ, നിർത്താൻ നിർത്താനാണ് പറഞ്ഞത്. മിസ്റ്റർ, നിർത്താൻ. മിസ്റ്റർ, നിങ്ങൾ ഇത്ര മൃഗമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഞാൻ വിളിച്ചിട്ടാണ് സുധാകരൻ ഇവിടെ വന്നത്. ഇനി അവൻ ഈ വീട്ടിനകത്ത് കിടന്നാൽ അടിയല്ല, അനുഭവം അതിലും ഭയങ്കരമായിരിക്കും. സോറി സുധാകരൻ, മേലാൽ ഇവിടെ വരണ്ട. ഞാൻ സുധാകരന്റെ വീട്ടിലേക്ക് വരാം. ആഹാ, പോവോ? പോകും പോകും പോകും. പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട. പിന്നെ ഞാൻ എങ്ങോട്ട് പോകാൻ? ഇത് എന്റെ വീടാണ്. എന്ന് വെച്ചാൽ എന്റെ ഭർത്താവിന്റെ വീട്. ഭർത്താവ് ദ്രോഹി. അലവാതിരിക്കൂ. മറ്റുള്ളവർ കേട്ടാൽ നിങ്ങൾക്കാണ് കുറച്ച്. വിക്രമൻ കർത്താവും ഭാര്യയും തമ്മിൽ വഴക്കാണെന്ന് നാട്ടുകാർ മുഴുവനും അറിയണ്ടെങ്കിൽ അതൊക്കെ സംസാരിക്കൂ. വരൂ സുധാകര, നമുക്ക് വെളിയിൽ പോയി സംസാരിക്കാം. പാവം വിക്രമൻ. അമ്മച്ചി ഒന്നും മിണ്ടാതിരിക്കുമോ? വിലാസിനി കൊച്ചമ്മ പറയുന്നതാ ശരി. ഏമാനെ കല്യാണം കഴിച്ചെന്ന് വെച്ച് കൊച്ചമ്മയ്ക്ക് എപ്പോഴും ഈ വീട്ടിനകത്ത് അടച്ചുപൂട്ടിയിരിക്കാൻ ഒക്കുമോ? അങ്ങനെ ജീവിച്ചവളാണോ കൊച്ചമ്മ? കൊച്ചമ്മ വലിയ സൊസൈറ്റീസ് അല്ലയോ? നീ ഒന്നും മിണ്ടാതിരിക്കടി. അല്ല, വിലാസിന് നിന്നെ ഏതാണ്ടൊക്കെ പഠിപ്പിച്ചെന്ന് തോന്നുന്നല്ലോ. 1-2 മാസം ഒന്ന് കഴിഞ്ഞോട്ടെ, ഈ മാധവി ആകെ മാറിപ്പോകും. നിന്നെ സൊസൈറ്റീസ് ആക്കും. അമ്മച്ചി കണ്ടോണ്ടാട്ടെ. കൊള്ളാം. ഒന്നും കാണാതെ കാലം കഴിഞ്ഞാൽ മതിയായിരുന്നു. പറയൂ, നിനക്ക് എന്ത് വേണം? എത്ര 1000 രൂപ വേണമെങ്കിലും തരാം. വിവാഹമോചനത്തിന് സമ്മതിച്ചാൽ മാത്രം മതി. അത് മാത്രം എനിക്ക് സാധ്യമല്ല. ഈ ജന്മ വിവാഹമോചനത്തെ പറ്റി ആശിക്കണ്ട. ഈ സ്വത്ത് മുഴുവൻ എനിക്ക് സ്വന്തമായുള്ളപ്പോൾ എനിക്ക് പണം എന്തിന്? ദുഷ്ടേ, എന്റെ ജീവിതം നീ നശിപ്പിച്ചു. ഇനി ഒഴിഞ്ഞു മാറി പോവുകയില്ല. അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറാൻ വന്നവളല്ല ഈ വിലാസിനി. നിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ പറിച്ചെറി. എങ്ങനെ? വിവാഹമോചനത്തിന് കേസ് കൊടുക്കുമോ? എന്ത് കാരണം പറയും? ഭാര്യ മദ്യപിക്കുമെന്ന്, മറ്റു പുരുഷന്മാരുമായി രാത്രികാലം കഴിച്ചുകൂട്ടുമെന്ന്. അതിന്റെ അപമാനമാ. ഞാൻ മോഹിച്ചത് നിങ്ങളുടെ പണം, നിങ്ങളുടെ ഭാര്യ എന്ന സ്ഥാനം. അത് രണ്ടും എനിക്ക് ലഭിച്ചു. അത് കളയുന്ന മഠയല്ല ഞാൻ. ഈശ്വരനെ പോലെ നിനക്ക് പേടിയില്ലേ? ഈശ്വരനോ? എന്റെ ഈശ്വരൻ ആനന്ദമാണ്, ആഹ്ലാദമാണ്. അതിനെ പേടിക്കേണ്ട കാര്യമില്ല. കൊച്ചമ്മ ഈയിടെയായി നാൾക്ക് നാൾ ക്ഷീണിച്ചു വരികയാണ്. സാരമില്ല മാധവി, ഇങ്ങനെ രാപകൽ ഓടി നടക്കുന്നത് കൊണ്ടാണ്. കുറച്ചു ദിവസം അടങ്ങി ഒതുങ്ങി. അത് മാത്രം എനിക്ക് സാധ്യമല്ല മാധവി. കാല് കുഴഞ്ഞ് നിലം പതിക്കുന്നത് വരെ ഇങ്ങനെ കഴിയാനാണ് ഞാൻ കൊതിക്കുന്നത്. അല്ല, ഡോക്ടർമാരെയും കണ്ടു മാധവി, വലിയ ഡോക്ടറെ തന്നെ കണ്ടു. എന്നിട്ട് എല്ലാം നാളെ പറയാം. വല്ല വിശേഷവും? ഈ വീട്ടിലൊരു കൊച്ചു കാല് കാണാൻ. കൊച്ചുകാല്? മാധവി, കാര്യം ഞാൻ ഇതുവരെ ആലോചിച്ചേയില്ല. ഇത് തന്നെ പറ്റിയ മാർഗം. എന്താ തന്നെ? പാവം, ഇതറിയുമ്പോൾ തളർന്ന് താഴെ വീഴും. താങ്ക്സ് മാധവി, താങ്ക്സ്. വന്നോ? പ്രതീക്ഷിച്ചില്ല അല്ലേ? എങ്ങനെ പ്രതീക്ഷിക്കും? എവിടെ അവൻ? ആര്? നിന്റെ കാമുകൻ. എന്റെ മുമ്പിൽ നിൽക്കുന്നത് പിന്നെ ആര്? കണ്ടു കിട്ടിയോ? അവനെ പ്രതീക്ഷിച്ചല്ലേ നീ ഇവിടെ കാത്തിരുന്നത്? എടി, ഇതിന്ന് അവസാനിക്കണം. ഈ നശിച്ച ബന്ധം, ഈ പെരിക്കള്ളം, ഈ കപടനാണ്, എല്ലാം എനിക്ക് മതിയായി. എനിക്ക് മതിയായി. ഇത്രയും കാലം ഞാൻ സഹിച്ചു. കുടുംബാഭിമാനത്തെ കരുതി മാന്യതയ്ക്ക് വേണ്ടി ഈ നാണക്കേട് നിശബ്ദമായി ഞാൻ സഹിച്ചു. ഇനി വയ്യ. ഈ രാത്രി നാം തമ്മിലുള്ള ബന്ധം അവസാനിക്കണം. അതെങ്ങനെ അവസാനിക്കാൻ? അത് ശാശ്വതമാകാൻ പോവുകയല്ലേ? ശാശ്വതമാകാൻ ഇല്ല, അത് നിശ്ശേഷം നശിക്കണം. ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആ ബന്ധം നശിപ്പിക്കാൻ സാധിക്കുമോ? കുഞ്ഞ് നിങ്ങളുടെ സ്വത്തിന് മുഴുവനും അവകാശിയാവുകയില്ലേ? നിങ്ങളുടെ ബന്ധുക്കളും ആശ്രിതരും
അതിനെ നിലത്ത് വയ്ക്കാതെ വളർത്തുകയില്ലേ? നിങ്ങളുടെ അനന്തരാവകാശിയുടെ അമ്മയെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ മകന്റെ അമ്മ, സാഗര നിവാസിന്റെയും അതിനോട് ചേർന്ന സ്വത്തുക്കളുടെയും അവകാശിയുടെ അമ്മ, എന്റെ ഉള്ളിൽ രൂപം കൊണ്ടുവരുന്ന ആ സന്താനത്തിന്റെ രഹസ്യം ഭദ്രമായി സൂക്ഷിക്കുവാൻ നിങ്ങൾ നിർബന്ധിതനാവുകയില്ലേ? വിലാസിനിയുടെ കയ്യിൽ തോക്കുണ്ടെന്നോ അതവൾ എന്റെ നേരെ ചൂണ്ടുമെന്നോ ഞാൻ അശേഷം പ്രതീക്ഷിച്ചതല്ല. വെടിയേറ്റ് അവൾ നിലം പറിച്ചപ്പോൾ ഞാൻ വല്ലാതെ പരിഭ്രമിച്ചു. പോലീസിൽ വിവരം അറിയിക്കാനാണ് ആദ്യം തോന്നിയത്. അങ്ങനെ ചെയ്താൽ അവർ ന്യായമായും എന്നെ സംശയിക്കുമെന്നും തെളിവുകൾ എനിക്കെതിരാണെന്നും ഉള്ള ചിന്ത പിന്നീടാണ് എനിക്കുണ്ടായത്. കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ജീവിച്ചിരുന്നപ്പോൾ എന്റെ അഭിമാനവും സ്വൈരതയും നശിപ്പിച്ച വിലാസിനി മരണശേഷം എന്റെ ജീവൻ തന്നെ തുലയ്ക്കുവാൻ പാടില്ലെന്ന് ഞാൻ നിശ്ചയിച്ചു. അതുകൊണ്ടാണ് അവളുടെ ശവശരീരം ഞാൻ ബോട്ടിൽ കയറ്റി കടലിൽ താഴ്ത്തിയത്. കടപ്പുറത്ത് ആ ഭ്രാന്തൻ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. പിറ്റേ ദിവസം രാവിലെ വിലാസിനിയെ കാണാനില്ലെന്ന വാർത്ത നാടൊട്ടുക്ക് വരുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു സ്ത്രീയുടെ ചീഞ്ഞളിഞ്ഞ ശവശരീരം കടപ്പുറത്ത് അടിഞ്ഞു കയറി. അത് വിലാസിനിയുടേതാണെന്ന് പോലീസ് സംശയിച്ചു. ഞാനത് സമ്മതിച്ചു. വിവാഹത്തിന് മുൻപ് നിന്നോട് ഈ പരമാർത്ഥമെല്ലാം പറയേണ്ടതായിരുന്നു. നീ എന്നെ വെറുക്കുമെന്ന് ഭയപ്പെട്ട് ഞാൻ പറഞ്ഞില്ല. നീ എനിക്ക് മാപ്പില്ല. എന്തിന്? മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ വിലാസിനെ വെടിവെച്ച് കൊല്ലുമായിരുന്നു. അങ്ങത് ചെയ്തില്ല. അവസാനം വരെ അവളെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിച്ചു. ഈശ്വരനാണ് അവൾക്ക് മരണശിക്ഷ നൽകിയത്. അങ്ങ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് ആശ്വാസമായി. ഈശ്വര, ഞാൻ എന്തെല്ലാം തെറ്റിദ്ധരിച്ചു. എന്നോട് ക്ഷമിക്കൂ. എന്താണ് ഈ പറയുന്നത്? തെറ്റിദ്ധരിച്ചത് ഞാനാണ്. അങ്ങനെ വെറുക്കുന്നു എന്ന് വിശ്വസിച്ച വിട്ടിയാണ് ഞാൻ. ഇനി എന്തും വരട്ടെ. ഒന്നും വരാനില്ല. പോലീസിന് അങ്ങെ സംശയിക്കുവാൻ യാതൊന്നുമില്ല. ധൈര്യമായിരിക്കണം. സത്യമാണോ? പിന്നല്ലയോ. അതിനല്ലേ ഏമാൻ അതിരാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയത്. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് രണ്ടിലൊന്നറിയാം. ഓടി കരുനാക്കുകൊണ്ടൊന്നും പറയാതെ. എന്റെ ഈശ്വര, ഈ കുടുംബത്തിന്റെ മാനം രക്ഷിക്കണേ. നാട്ടുകാരിതറിഞ്ഞാൽ. ഇതിനു മുമ്പ് അങ്ങാടിപ്പാട്ടായി കാണും. ചില്ലറ കാര്യമാണോ? പോലീസ് ഉടമ്പിനെ പോലെ പിടികൂടത്തില്ലയോ? ഇങ്ങനെ വെപ്രാളപ്പെട്ടാലോ? കൊച്ചമ്മ ഒന്ന് സമാധാനമായിട്ടിരുന്നാട്ടെ. സമാധാനമായിട്ടിരിക്കാനോ? മാധവി, ഞാൻ അനുഭവിക്കുന്ന വിഷമം അതെനിക്കറിയാമേ. എന്നാലും ഒരു ധൈര്യമൊക്കെ വേണ്ടേ? എന്റെ പ്രാർത്ഥന ഫലിച്ചു. നിന്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാതിരിക്കുമോ? പ്രഭാവതി, എല്ലാം ഒരു ദുസ്വപ്നം പോലെ കഴിഞ്ഞു. മേശപ്പുറത്ത് അവളുടെ അസ്ഥിപഞ്ജരം, കഴുത്തിൽ ഞാൻ അണിയിച്ച താലിയും മാലകളും, കൈ നിറയെ വളകൾ. ഞാൻ ആകെ തകർന്നുപോയി. പക്ഷേ എന്നെ സംശയിക്കാനുള്ള യാതൊരു തെളിവും പോലീസ് കണ്ടില്ല. ആത്മഹത്യ എന്നാണ് അവരുടെ തീരുമാനം. എനിക്ക് ആശ്വാസമായി. പാവം വല്ലാതെ വിഷമിച്ചില്ലേ? വരൂ. ഊണ് കഴിച്ചിട്ട് അനുഗ്രഹം തന്നെ. അത് പിന്നെ പറയണോ? ഉള്ളത് പറഞ്ഞാൽ ഞങ്ങളെല്ലാം പേടിച്ചു പോയി. ചില്ലറ കാര്യമാണോ? പോലീസുകാർ തിരിഞ്ഞു നിന്നാ കോടതി കയറണ്ടേ? അതൊന്നും കൂടാതെ കഴിഞ്ഞല്ലോ. ഇനിയെങ്കിലും എന്റെ ചേട്ടൻ സമാധാനമായി ജീവിച്ചാൽ മതിയായിരുന്നു. ചേട്ടാ, മധുമതി എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളു ചേട്ടാ. ഞാൻ എല്ലാം അറിഞ്ഞു. ചേട്ടന്റെ കഷ്ടകാലമെല്ലാം കഴിഞ്ഞു. ഇനി ചേച്ചിയും ഒരുമിച്ച് സന്തോഷമായി ജീവിക്കണം. ശരിയാണ് മധുമതി. ഇനി എന്റെ ജോലി നിന്റെ ചേച്ചി സന്തോഷിപ്പിക്കുകയാണ്.
അങ്ങനെ തീർച്ചപ്പെടുത്താൻ വരട്ടെ. നിനക്കിവിടെ എന്ത് കാര്യം? ഈ വീട്ടിൽ കാലുകുത്തരുതെന്ന് പറഞ്ഞിട്ടില്ലേ? കണക്ക് പുറത്ത് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയാൽ പോരെ? മര്യാദയ്ക്ക് പോകുന്നു അതോ ദേഷ്യപ്പെടാതെ അടങ്ങി നിൽക്കണം? ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന സന്തോഷം സന്താപമായി മാറിയേക്കും. അല്ല, ഭയപ്പെടുത്തുകയാണ്, മുന്നറിയിപ്പ് തരികയാണ്. നീ എന്താണ് മുന്നറിയിപ്പ് തരാൻ? വിലാസിനെ ആത്മഹത്യ ചെയ്യുന്നല്ലേ പോലീസ് റിപ്പോർട്ട്? അത് മാറ്റാൻ ഞാൻ വിചാരിച്ചാൽ കഴിയും. നീയോ? അതെ. വിലാസിനിയെ കാണാതായ ദിവസം അവൾ എനിക്ക് അയച്ചൊരു എഴുത്ത് എന്റെ കൈവശമുണ്ട്. പോലീസ് അത് കാണുകയാണെങ്കിൽ കളിയാകും മാറും. ചിലപ്പോൾ കർത്താവ് അദ്ദേഹത്തെ കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രഭാവതി, ഈ ആഭാസം പറയുന്നത് വിശ്വസിക്കരുത്. ഞാൻ ആഭാസം തന്നെ, പക്ഷെ കൊലപാതകയല്ല. എന്ത് പറഞ്ഞത്? പരമാർത്ഥം. വിലാസിനി എനിക്ക് അയച്ച കത്ത് പോലീസിന് കിട്ടുകയാണെങ്കിൽ കൊലപാതകി ആരാണെന്ന് അവർക്ക് നിഷ്പ്രയാസം മനസ്സിലാവും. നിന്റെ ഒരു കത്ത് എവിടെയാണ്? നിന്റെ കത്ത്? നിങ്ങൾക്ക് എന്റെ കത്ത് വേണം. 50,000 രൂപ. ഇല്ലെങ്കിൽ നിന്നെ പെടലിക്ക് പിടിച്ച് ഞാൻ. അയാൾ പറയുന്നത്. നീ ചുമ്മാരി, നിങ്ങൾ ആരും ഇതിൽ ഇടപെടരുത്. എടാ, ഇറങ്ങുന്നുണ്ടോ? നാളെ രാവിലെ ഈ കത്ത് പോലീസിന്റെ കയ്യിൽ. ഇനിയും എന്നെ പരീക്ഷിക്കുകയാണ് ചേട്ടാ. അയാൾ പറയുന്നത് പോലെ ആ എഴുത്ത്. എന്തെങ്കിലും ആകട്ടെ, ഇനിയും ഭീതിയുടെ നിഴലിൽ സദാ വിറച്ചു കഴിയുവാൻ ഞാൻ ഒരുക്കമല്ല. അന്ന് തന്നെ പോലീസിൽ വിവരം അറിയിക്കാത്തതിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എന്തും വരട്ടെ. നാം ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ, വക്കീലിനെ കണ്ട് വിവരം അറിയിക്കുക. ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞു. മധുമതി, നീ എങ്ങും പോകരുത്. രാത്രി ഒരുപക്ഷെ ഞാൻ മടങ്ങിയില്ലെന്ന് വരും. പ്രഭാവതി, ധൈര്യമായിരിക്കും. എന്ത് കൂടെ കൂടെ പാട്ട് കേൾക്കാറുണ്ടോ? എന്നിട്ട് എന്നോട് ഇതേവരെ പറയാഞ്ഞതെന്ത്? പറഞ്ഞാൽ നീ എന്നെ ഭീരുവാണെന്ന് കളിയാക്കുമെന്ന് കരുതി. കൊള്ളാം. ഏതായാലും ഇപ്പോഴെങ്കിലും പറഞ്ഞ നന്നായി. ഇന്ന് രാത്രി ഇതിന്റെ രഹസ്യം നമുക്ക് കണ്ടുപിടിക്കണം. ശരി, ചെല്ലണം. നീ പോയി വേഗം വേഷം മാറിയിട്ട് വാ. ഇതുകൊണ്ടായാലും ഇന്ന് തീർത്ത് കളയണം. പ്രേതത്തെ ഞങ്ങളും ഒന്ന് കണ്ടോട്ടെ. നീ പണ്ട് നാടാക്കാരിയായിരുന്ന കാര്യം ഇന്നാണ് ഞാൻ ഓർത്ത് വരുമ്പോൾ. പോലീസോ? അയ്യോ, ഞാനൊന്നും അറിഞ്ഞതേ അല്ല. ഈ അമ്മച്ചി പറഞ്ഞതുപോലെ ചെയ്തതേ ഉള്ളൂ. പച്ച കള്ളം പറയുന്നു. എന്നെ ദ്രോഹിച്ചത് മതിയായില്ല. അമ്മച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഈ വേഷം കെട്ടിയത്. എങ്ങനെങ്കിലും കൊച്ചമ്മ ഇവിടുന്ന് ഓടിക്കണമെന്ന്. അമ്മച്ചിയുടെ അധികാരം അവസാനിക്കാതിരിക്കാൻ. നിർത്തടി. കേട്ടോ മധുമതി? ഞാനെല്ലാം കേട്ടു. കേട്ടതിൽ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തു. അമ്മാവി പട്ടിണി കിടന്ന ആ കഷ്ടപ്പെട്ട അമ്മാവി ഇവിടെ കൊണ്ടുവന്ന് ഈ വലിയ വീട്ടിന്റെ ഭരണം ഏൽപ്പിച്ചതിന്റെ നന്ദിയാണിത്, അല്ലേ? ഈ പാവപ്പെട്ട ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാൻ നിശ്ചയിച്ച അമ്മാവിയെ പറ്റി ചേട്ടൻ അറിയുമ്പോൾ. അയ്യോ, പാടില്ല. ഞാൻ പോയേക്കാം. വിക്രമം വരുന്നതിന് മുമ്പേ ഞാൻ പോയേക്കാം. ഈ വീട്ടിൽ നിന്ന് പോയിക്കോളൂ രണ്ടുപേരും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ. വേണ്ട. വരൂ ചേച്ചി. ഇപ്പൊ മനസ്സിലായോ ചേച്ചി? മാധവി ഒരു ഭയങ്കരനല്ലേ? വരൂ ചേച്ചി. ഈ എഴുത്ത് മരിച്ചുപോയ വിലാസിനെ നിങ്ങൾക്ക് അയച്ചതാണ്? അതെ. എന്നാണ് ഈ കത്ത് നിങ്ങൾക്ക് കിട്ടിയത്? വിലാസിനെ കാണാതായ ദിവസം തന്നെ ഈ എഴുത്ത് എന്റെ വീട്ടിൽ കിട്ടിയിരുന്നു. പക്ഷേ ഞാൻ അവിടെ ഇല്ലാതിരുന്നതിനാൽ പിറ്റേന്നാണ് എന്റെ കയ്യിൽ കിട്ടിയത്. സാക്ഷി ചോദ്യത്തിനല്ല മറുപടി പറയുന്നത്. എന്റെ സാക്ഷി ബുദ്ധിമാനായതുകൊണ്ട് സംശയം ഉണ്ടാകാത്ത വിധത്തിൽ മറുപടി പറയുന്നതേ ഉള്ളൂ. അതിലെന്റെ മാന്യസ്നേഹിതൻ പരിഭ്രമിക്കുന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. പ്രൊസീഡ്. ഞാൻ ഈ കത്ത് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. പ്രിയപ്പെട്ട സുധാകര, ഈ കത്ത് കിട്ടിയാലുടൻ കടപ്പുറത്തുള്ള ബോട്ട് ഹൗസിലേക്ക് വരണം. ഞാൻ കാത്തിരിക്കും. ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. തീർച്ചയായും വരണം. ഞാൻ ഇന്ന് രാവിലെ ഡോക്ടർ രാമനെ കണ്ടു.
എന്റെ രോഗം അദ്ദേഹം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതെന്താണെന്ന് നേരിൽ കാണുമ്പോൾ പറയാം. അതുകൊണ്ട് ഉടനെ വരണം. സ്വന്തം വിലാസിനി. ഈ കത്ത് കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ബോട്ട് ഹൗസിലേക്ക് പാഞ്ഞു ചെന്നു. എന്നിട്ട് വിലാസിനിയെ കണ്ടോ? ഇല്ല, ഞാൻ അവളെ കാണാതായ വിവരം പലരിൽ നിന്നും അറിഞ്ഞ് നിരാശനായി മടങ്ങിപ്പോന്നു. വിലാസിനെ ആത്മഹത്യ ചെയ്തിരിക്കാമെന്ന് തോന്നിയോ? ഇല്ല, അങ്ങനെ ഒരു സംശയം പോലും ഉണ്ടായില്ല. എന്തുകൊണ്ട്? വിലാസിനി എന്തിന് ആത്മഹത്യ ചെയ്യണം? അവൾക്ക് വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു. ജീവിതം അവൾക്കൊരു ഉത്സവമായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ത്രീ ആത്മഹത്യ ചെയ്യുമോ? സാക്ഷി ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി, മറുചോദ്യം പാടില്ല. യെസ്, പ്രൊസീഡ്. നിങ്ങളും വിലാസിനിയും തമ്മിൽ ബന്ധമാണ്? അതെ, ഞാൻ വിലാസിനിയുടെ കസിനാണ്. That's all. ക്രോസ്. നിങ്ങളും വിലാസിനിയും തമ്മിൽ പ്രേമമായി? ഐ ഒബ്ജക്റ്റ് യുവർ ഓർഡർ. ഒബ്ജക്ഷൻ റിജക്റ്റഡ്. നിങ്ങളും വിലാസിനിയുമായി പ്രേമമായിരുന്നു? അതെ. ഈ വിവരം വിക്രമൻ കർത്താവിന് അറിയാമായിരുന്നു? അദ്ദേഹത്തിന് സംശയമുണ്ടെന്ന് വിലാസിനി പറഞ്ഞറിഞ്ഞു. വിലാസിനി കർത്താവിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ്. വിലാസിനിയുടെ വിവാഹത്തിന് ശേഷവും നിങ്ങൾ അവളെ കാണാറുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. മിസ്റ്റർ കർത്താവിന് അതിൽ വിരോധമുണ്ടായിരുന്നു? എനിക്കറിഞ്ഞൂടാ, ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇത് കോടതിയാണ്, മര്യാദയായിട്ട് സംസാരിക്കണം. ധിക്കാരം കാട്ടാനുള്ള സ്ഥലമല്ലത്. ഐ ഒബ്ജക്റ്റ് യുവർ ഓർഡർ. എന്റെ സാക്ഷി ഭയപ്പെടുത്തുവാനാണ് എന്റെ സ്നേഹിതന് ശ്രമിക്കുന്നത്. കാര്യം പറഞ്ഞാൽ സാക്ഷി ഭയപ്പെടുമെന്നാണോ എന്റെ മാന്യ സ്നേഹിതൻ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാൽ ഏത് സാക്ഷിയും പരിഭ്രമിക്കും. പ്രൊസീഡ്. വിവാഹിതയായ ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവ് അറിയാതെ അവളുടെ കാമുകൻ കാണുന്നത് തെറ്റാണെന്ന് അറിയാം? അറിയാം. പിന്നെ പതിവായി നിങ്ങൾ വിലാസിനിയെ കണ്ടതെന്താണ്? വിലാസിനി നിർബന്ധിച്ചതുകൊണ്ട്. ഈ എഴുത്തിൽ പറയുന്ന ഡോക്ടർ റാം ആരാണെന്ന് നിങ്ങൾക്കറിയാം? അറിഞ്ഞുകൂടാ. വിലാസിനിയുടെ രോഗം എന്തായിരുന്നു എന്നറിയാം? അറിഞ്ഞുകൂടാ. നിങ്ങൾ തമ്മിൽ പ്രണയബദ്ധരായിരുന്നിട്ടും വിലാസിനി അവളുടെ രോഗത്തെപ്പറ്റി നിങ്ങളോട് പറഞ്ഞില്ലേ? ശരീരത്തിന് വലിയ ക്ഷീണമുണ്ടെന്നും ഡോക്ടറെ കാണണമെന്നും പറഞ്ഞു. വിലാസിനിയെ കാണാനില്ലെന്നുള്ള വിവരം അറിഞ്ഞവിടെ നിങ്ങൾ ഈ കത്ത് പോലീസിൽ ഏൽപ്പിക്കാത്തതെന്താ? അതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് തോന്നി. പിന്നെ ഇപ്പോ ഏൽപ്പിക്കാൻ കാരണം? വിലാസിനിയുടെ അസ്ഥിപഞ്ജരം കർത്താവിന്റെ ബോട്ടിൽ നിന്ന് കണ്ടുകിട്ടിയ വിവരം അറിഞ്ഞപ്പോൾ വിലാസിനി യാദൃച്ഛികമായി മരിച്ചില്ലെന്ന് എനിക്ക് ബോധ്യമായി. ഈ കത്ത് നിങ്ങൾ മിസ്റ്റർ വിക്രമൻ കർത്താവിന് വിൽക്കാൻ ശ്രമിച്ചു? ആര് പറഞ്ഞു ഈ പെരുങ്കള്ളം? ചോദ്യത്തിന് ഉത്തരം പറയണം. ഐ ഒബ്ജക്റ്റ് യുവർ ഓർഡർ. ഒബ്ജക്ഷൻ ഓവർ. പ്രൊസീഡ്. ഈ കത്ത് എന്റെ കക്ഷിക്ക് വിൽക്കുവാൻ നിങ്ങൾ ശ്രമിച്ചോ? ഇല്ല. വിലാസിനിയുടെ മൃതദേഹം കണ്ടെടുത്തതിന്റെ പിറ്റേ ദിവസം രാത്രി നിങ്ങൾ എന്റെ കക്ഷിയുടെ വീട്ടിൽ പോയില്ലേ? പോയില്ലേ? പോയി. എന്തിന്? വെറുതെ. നിങ്ങളും എന്റെ കക്ഷിയും തമ്മിൽ സ്നേഹത്തിലാണോ കഴിയുന്നത്? അല്ല. നിങ്ങൾ ആ വീട്ടിൽ കയറരുതെന്ന് എന്റെ കക്ഷി നിങ്ങളോട് പറഞ്ഞിട്ടില്ല? ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ആ വീട്ടിൽ പോയതെന്തിന്? പറയണം, എന്തിനു പോയി? വെറുതെ. ഓഹോ, ഇഷ്ടമില്ലാത്തവരുടെ വീട്ടിലേക്കാണോ വെറുതെ പോകുന്നത്? ഉത്തരം പറയാൻ വയ്യ അല്ലേ? മിസ്റ്റർ ജോൺ, നിങ്ങളുടെ ഉദ്ദേശം സാധിച്ചു അല്ലേ? യെസ് യുവർ ഓണർ. നിങ്ങളുടെ പേര്? മാധവി എന്നാണ്. മാധവിക്കുട്ടി എന്നും വിളിക്കും. ജോലി? സാഗര നിവാസിലെ വേലക്കാരിയാണ്. എത്ര കൊല്ലമായി? ഒത്തിരി കൊല്ലമായി. മരിച്ചുപോയ വിലാസിനി മിസ്റ്റർ കർത്താവിന്റെ ഭാര്യയായിരുന്നപ്പോൾ നിങ്ങൾ അവിടെ വേലക്കാരിയായിരുന്നു? ആയിരുന്നേ. കൊച്ചമ്മയ്ക്ക് എന്നെ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യാനേ. വിലാസിനിയും മിസ്റ്റർ കർത്താവും തമ്മിൽ ഇഷ്ടമായിരുന്നു? ആയിരുന്നു. ആദ്യം ചക്കരയും ഏച്ചിയും പോലായിരുന്നു, പിന്നീട് കീരിയും പാമ്പും പോലായേ. അവർ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടേ. കൂടെ കൂടെ തമ്മിൽ തല്ലുമായിരുന്നു. That's all, Your Honor. ക്രോസ്. നിങ്ങൾ ഇപ്പോഴും സാഗര നിവാസിലെ ജോലിക്കാരിയാണ്? അല്ലേ, ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞു പോന്നേ. പിരിഞ്ഞു പോന്നതോ പിരിച്ചുവിട്ടതോ? എന്ന് വെച്ചാ എനിക്ക് അവിടുത്തെ ജോലി വേണ്ടെന്ന് തോന്നി. അതേ സമയത്ത് ആ വീട്ടുകാർക്ക് നിങ്ങളെയും വേണ്ടെന്ന് തോന്നി അല്ലേ? ഇങ്ങനെ ചോദിച്ചാ കുഴഞ്ഞു പോകുമേ. ഞാൻ പറഞ്ഞതല്ലേ സത്യം? ആലോചിച്ചുത്തരം പറയും. ഇത് കോടതിയാണ്. ഞാൻ പറഞ്ഞത് സത്യമാണ്. മരിച്ചുപോയ വിലാസിനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ? അയ്യോ, ആയിരുന്നോ? എന്റെ പൊന്നും കൊടുത്ത് കൊച്ചമ്മയല്ലായിരുന്നു. മാധവി എന്ന് വിളിക്കുന്നിടത്ത് 10 നാക്കായിരുന്നു. ഇല്ല, യാതൊരു ഗുണവുമില്ലാത്ത വെറും ഒരു ഭാവമാണ്. അയ്യോ, ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താണ് കണ്ടത്? അവൾ താഴ്ന്നാട് കടലോട്ട് പോയി. കടന്നു പോയപ്പോ
ഇനി അവൾ ഒരിക്കലും പൊങ്ങി വരികയല്ല. ആരാണ് താഴോട്ട് പോയത്? അവൾ സുന്ദരി, ഉറങ്ങാത്ത സുന്ദരി. അവൾ എന്നും ഒറ്റയ്ക്ക് കടപ്പുറത്ത് വരും, ബോട്ട് ഹൗസിൽ. അങ്ങനെ ഉറങ്ങാതെ കാത്തിരിക്കും. മതി. ആരാണ് ബോട്ട് ഓടിച്ചത്? ദൈവം ദൈവം കൽപ്പിച്ചു ഓടാ ബോട്ടെന്ന് പറഞ്ഞു. ബോട്ട് അങ്ങോട്ട് ഓടി. ദൈവം കൽപ്പിച്ചു മുങ്ങടാ ബോട്ടെന്ന് പറഞ്ഞു. ബോട്ട് അങ്ങോട്ട് പ്ളും പ്ളും പ്ളും. ഓർഡർ ഓർഡർ. മിസ്റ്റർ പിള്ളേ, എന്തിനാ ഇതുപോലുള്ള സാക്ഷികളെ കോർട്ടിൽ കൊണ്ടുവരുന്നത്? ഐ എം വെരി സോറി യുവർ. എനി ക്രോസ്? നോ യുവർ. മരിച്ചുപോയ വിലാസിനിയും മിസ്റ്റർ കർത്താവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഭാര്യ ഭർത്താക്കന്മാരായിരുന്നേ എന്ന് വെച്ചാ ഏമാം ഭാര്യയും അല്ലല്ല, വിലാസിനി കൊച്ചമ്മ ഭർത്താവും. അയ്യോ, പിന്നെ തെറ്റി. അതല്ല ചോദിച്ചത്. അവർ തമ്മിൽ സ്നേഹത്തിലാണോ കഴിഞ്ഞതെന്ന്? അത് കൊള്ളാം. സ്നേഹത്തിലല്ലായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാവോ? പരസ്പരം വെറുക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരില്ലേ? ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ ഭർത്താവല്ല, ഭാര്യയും അല്ല. സാക്ഷി ചോദ്യങ്ങൾക്ക് മര്യാദയായി മറുപടി പറയണം. ഓ, മര്യാദയായിട്ട് ചോദിക്കണമെന്ന് കൂടി ഉത്തരവാകണേ. വിലാസിനിയും മിസ്റ്റർ കർത്താവും തമ്മിൽ വഴക്കുണ്ടായിട്ടില്ല. അത് ഞാൻ എങ്ങനെ അറിയും? എന്റെ മുമ്പിൽ വെച്ച് അവര് തമ്മിൽ വഴക്ക് പിടിക്കുമ്പോ. വിലാസിനിയെ കാണാതായപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? കാണാതായല്ലോ എന്ന് തോന്നി. That's all, Your Honor. എനി ക്രോസ്? No, Your Honor. The court will adjourn. ഡോക്ടർ റാം, സത്യം ബോധിപ്പിക്കാം. അങ്ങയുടെ പേര്? ഡോക്ടർ റാം. മരിച്ചുപോയ വിലാസിനി അങ്ങയുടെ ചികിത്സയിലായിരുന്നു? ചികിത്സയ്ക്കായി അവരെന്നെ സമീപിച്ചു. പക്ഷേ ചികിത്സിക്കേണ്ടി വന്നില്ല. അതെന്താ? രോഗം കണ്ടുപിടിച്ചതോടെ ചികിത്സ വേണ്ടെന്ന് പറഞ്ഞ് ആ സ്ത്രീ പോയി. എന്തായിരുന്നു രോഗം? ഗർഭപാത്രത്തിലെ ക്യാൻസർ. ഡോക്ടർ റാം, ഈ വിവരം അങ്ങ് വിലാസിനിയോട് പറഞ്ഞത് എന്നാണ്? മിസസ് വിലാസിനിയെ കാണാതായ ദിവസം രാവിലെ. ഇതറിഞ്ഞപ്പോൾ വിലാസിനി എന്ത് പറഞ്ഞു? അതികഠിനമായി വേദന അനുഭവിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും അതിൽ ഭേദം മരണമാണെന്നും പറഞ്ഞു. ചികിത്സിച്ചാൽ വേദന ഒഴിവാക്കാമായിരുന്നില്ലേ? ഇല്ല, ചികിത്സിച്ച് നിയന്ത്രിക്കാവുന്ന ഘട്ടം കഴിഞ്ഞിരുന്നു. ഡോക്ടർ ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് അല്ലേ? അതെ. വിലാസിനിയുടെ രോഗനില അവരെ ധരിപ്പിച്ചോ? ധരിപ്പിച്ചു. അതുകൊണ്ടാണ് അവർ ചികിത്സ വേണ്ടെന്ന് നിശ്ചയിച്ചത്. ഡോക്ടറെ വിട്ടുപോകുമ്പോൾ അവരുടെ മനോനില എന്തായിരുന്നു എന്ന് പറയാം. വളരെ നിരാശ തോന്നിയിരിക്കണം. ഐ ഹാവ് ഫിനിഷ്ഡ്, യുവർ ഓണർ. ക്രോസ്? വളരെ നാളുകൾക്ക് മുമ്പ് നടന്ന ഇക്കാര്യം ഇത്ര വ്യക്തമായി നിങ്ങൾ ഓർക്കുന്നത് എങ്ങനെയാണോ ഡോക്ടർ? ഈ കേസിൽ സാക്ഷി പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്റെ കേസ് ഡയറി നോക്കി. നിങ്ങളത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. ഇതിൽ ഫേറ്റൽ ഡിസീസ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതെ, കഷ്ടിച്ച് 2 മാസത്തിൽ കൂടുതൽ ജീവിക്കുവാൻ ചാൻസ് ഇല്ലായിരുന്നു. ആ വിവരം ഞാൻ അവരോട് പറഞ്ഞു. എല്ലാ രോഗികളോടും ഇങ്ങനെ പറയാറുണ്ട്. എല്ലാ രോഗികൾക്കും ക്യാൻസർ പിടിപെടാറില്ല. ക്യാൻസർ രോഗികളോട് പറയാറുണ്ട്. തന്റെ ഇടമുള്ള രോഗികളോട് പറയാറുണ്ട്. വിലാസിന് വളരെ തന്റെ ഇടമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് പറഞ്ഞു. വിലാസിനിയുടെ മരണത്തിന് പ്രതി ഉത്തരവാദിയാണെന്ന് സംശയിക്കത്തക്ക തെളിവുകളില്ലാത്തതിനാലും വിലാസിനി ആത്മഹത്യ ചെയ്തുവെന്ന് ഊഹിക്കുവാൻ വേണ്ടത്ര തെളിവുകൾ ഉള്ളതിനാലും പ്രതിയെ നിരപരാധി വിധിക്കുകയും വെറുതെ വിടുകയും ചെയ്യും. താങ്ക് യു വെരി മച്ച്. ഇനിയെങ്കിലും നിങ്ങൾ ചേച്ചി സന്തോഷിപ്പിക്കണല്ലേ?